എല്ലാവർക്കും ഇൻഫർമാറ്റിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു റിവിഷൻ പോലെയാണ്. ലാസ്റ്റ് നൈറ്റിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ആവശ്യമുള്ളത് അത് മാത്രമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓൾറെഡി നിങ്ങളൊക്കെ എക്സാമിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. അപ്പോൾ എന്നാലും അതൊന്ന് റിവൈസ് ചെയ്യുക. എന്തെങ്കിലും സെഷൻസ് നിങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതൊന്ന് ഓർമ്മപ്പെടുത്തുക. അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ചില ക്വസ്റ്റ്യൻസ് കൂടെ ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 2 മൊഡ്യൂളുകളാണ് നമുക്കുള്ളത്. ഇൻഫർമാറ്റിക്സ് ഇൻ ഹയർ എഡ്യൂക്കേഷനും അതേപോലെ തന്നെ ഓൺലൈൻ ലേണിങ്ങും. ഓരോ മൊഡ്യൂളിലും അല്ലെങ്കിൽ ഓരോ ബ്ലോക്കിലും 3 യൂണിറ്റുകൾ വീതമാണ് നമുക്കുള്ളത്. ഓരോന്നായിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് കവർ ചെയ്ത് പോകാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ മാത്രമാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ യൂണിറ്റ് നമുക്കറിയാം, ഇൻ്റർനെറ്റ് ആസ് എ നോളജ് റെപ്പോസിറ്ററി. ഇൻ്റർനെറ്റിനെ കുറിച്ചുള്ള ബേസിക് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. നമുക്ക് അറിയാവുന്നതാണ്, നമ്മളൊക്കെ ഓൾറെഡി ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്നവരാണ്. അപ്പോൾ ഇൻ്റർനെറ്റിനെ കുറിച്ച് 1 മാർക്കിനോ 2 മാർക്കിനോ 4 മാർക്കിനോ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് വേൾഡ് വൈഡ് വെബ്. WWW എന്ന് വിളിക്കുന്നത് അല്ലേ. എന്താണ് ആക്ച്വലി വേൾഡ് വൈഡ് വെബ്? ഇത് നിങ്ങളുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്, ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. വേൾഡ് വൈഡ് വെബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ നെറ്റ്വർക്ക് ഓഫ് ഇൻ്റർ കണക്റ്റഡ് ഡോക്യുമെൻറ്റ്സ് ഓൺ ദി ഇൻ്റർനെറ്റ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, കളക്ഷൻ ഓഫ് കണക്റ്റഡ് വെബ് പേജസ്. നമ്മളൊരുപാട് വെബ്സൈറ്റുകളും വെബ് പേജുകളൊക്കെ ഉണ്ട്, അതിൻ്റെയൊക്കെ ഒരു കളക്ഷനാണ്, അതിൻ്റെയൊക്കെ ഒരു കൂട്ടത്തെയാണ് നമുക്ക് വേൾഡ് വൈഡ് വെബ് എന്ന് പറയാൻ പറ്റുന്നത്. രണ്ടും ഒന്നല്ല, രണ്ടും ഡിഫറെൻ്റ് ആണ്. ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് ശരിക്കും എന്താണ്? ഇൻ്റർനെറ്റ് ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു വലിയൊരു സിറ്റി എടുക്കാം. ആ സിറ്റിയിലുള്ള റോഡുകൾ, വഴികൾ, അതൊക്കെയാണ് നമുക്ക് ഇൻ്റർനെറ്റായിട്ട് പറയാൻ പറ്റുക. അതിലുള്ള ചില ഷോപ്പുകൾ, ചില മാളുകൾ, അതിനൊക്കെ നമുക്ക് WWW എന്ന് വിളിക്കാം. അതൊരു പാർട്ട് മാത്രമാണ് അല്ലേ. ഇൻ്റർനെറ്റിലെ ഒരു പാർട്ട് മാത്രമാണ് ശരിക്ക് WWW, അതായത് വെബ്സൈറ്റുകളുടെയും വെബ് പേജുകളുടെയും ഒരു കൂട്ടം എന്നുള്ളത്. അതാണ് WWW, അതൊരു പാർട്ട് മാത്രമാണ്. മനസ്സിലാക്കുക. ഇനി അതല്ലാത്ത കുറേ കാര്യങ്ങളുണ്ട്, നിങ്ങൾക്ക് പഠിക്കാനില്ലെങ്കിലും ഞാൻ ജസ്റ്റ് ഡിഫറൻസ് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ഇപ്പോൾ WWW അല്ലാത്ത അല്ലെങ്കിൽ വെബ്സൈറ്റുകൾ വെബ് പേജുകളോ അല്ലാത്ത കുറേ സർവീസുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. ഇമെയിലുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, അത് WWWൻ്റെ പാർട്ടല്ല. അല്ലെങ്കിൽ നമ്മൾ ആപ്പുകൾ ഉപയോഗിക്കുന്നുണ്ട്, ഇൻസ്റ്റൻറ്റ് മെസ്സേജിങ് ആപ്പുകൾ, വാട്സപ്പ് അതേപോലെയുള്ള ആപ്പുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ തന്നെ വീഡിയോ സ്ട്രീമിംഗ് സോഫ്റ്റ്വെയർസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, ഗെയിമിംഗ് ഉപയോഗിക്കുന്നുണ്ട്. ഇതൊക്കെ മറ്റുള്ള ഓരോ സംവിധാനങ്ങളാണ്. അപ്പോൾ അതൊക്കെ ഇൻ്റർനെറ്റിൻ്റെ ഭാഗമാണെങ്കിലും അതൊന്നും WWW അല്ല. അപ്പോൾ WWW എന്ന് പറയുന്നത് ഒരു ഷോപ്പ് പോലെ ഒരു കാണുക, മറ്റുള്ളത് ഇമെയിൽ വേറൊരു സ്റ്റേഡിയം പോലെ കാണുക. അതായത് ഒരു സിറ്റിയിലുള്ള പല പല കാര്യങ്ങളാണ് ഇത് എന്നുള്ളത് മനസ്സിലാക്കുക. സിറ്റി എന്നുള്ളത് ഇൻ്റർനെറ്റ് ആണെങ്കിൽ. അപ്പോൾ ഈ കൺസെപ്റ്റ് മനസ്സിലായല്ലോ. ഇൻ്റർനെറ്റ് എന്നുള്ളത് നമുക്ക് അറിയാം. അതേപോലെ തന്നെ WWW എന്ന് പറയുന്നത് ഇൻ്റർനെറ്റിലുള്ള ഒരുപാട് വെബ്സൈറ്റുകളുടെയും വെബ് പേജുകളുടെയും ഡോക്യുമെൻറ്റ്സിൻ്റെയൊക്കെ ഒരു കൂട്ടത്തെ നമുക്ക് വിളിക്കാൻ പറ്റും. മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ ഇൻ്റർനെറ്റും വെബ് പേജുകളൊക്കെ എങ്ങനെ ആക്സസ് ചെയ്യുക? വെബ് ബ്രൗസറുകൾ വഴിയാണ് നമ്മൾ ആക്സസ് ചെയ്യുക. ഓക്കെ ആയല്ലോ. വെബ് ബ്രൗസറുകൾ എന്താണ്, അതിൻ്റെ എക്സാമ്പിൾസൊക്കെ നമുക്കറിയാം. ഇപ്പോൾ ഇത് എജൂമിയുടെ വെബ്സൈറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും വെബ് ബ്രൗസേഴ്സ് വഴി എജൂമിയുടെ വെബ്സൈറ്റ് ejumi.in എന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആക്സസ് കിട്ടും. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇതിലൊരുപാട് പേജസ് ഉണ്ടാവും, ഹോം, അബൌട്ട്, ഇതിങ്ങനത്തെ ഒരുപാട് ബട്ടൺസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്കുള്ള കറസ്പോണ്ടിങ് പേജിലേക്ക് നിങ്ങൾ റീഡയറക്റ്റ് ചെയ്ത് പോകും. മനസ്സിലായി? അതാണ് വെബ്സൈറ്റും വെബ് പേജും. ഈ കാണുന്നത് വെബ്സൈറ്റാണ്, ഒരുപാട് പേജിൻ്റെ കളക്ഷൻസ്, പല ഒരുപാട് പേജുകളുണ്ടാവും. ഇപ്പോൾ നോട്ട് ബുക്ക് പോലെ ഒരു നോട്ട് പുസ്തകം എടുത്തു കഴിഞ്ഞാൽ അതിലൊരുപാട് പേജുകൾ ഉണ്ടാവുമല്ലോ, അതേപോലെ വെബ്സൈറ്റിൽ ഒരുപാട് പേജുകൾ ഉണ്ടാവും. ക്ലിയർ ആയല്ലോ. ഇനി ഇൻ്റർനെറ്റ് 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ചോദിച്ചതാണ് ഓൾറെഡി. വിസിബിൾ വെബും ഇൻവിസിബിൾ വെബും കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ വിസിബിൾ വെബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഭാഗങ്ങളാണ് വിസിബിൾ വെബ് എന്ന് പറയുക. ഇൻവിസിബിൾ ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് കാണാൻ പറ്റാത്തത്, ഓൾറെഡി എക്സിസ്റ്റിംഗ് ആണ്, പക്ഷേ നമുക്ക് ഡയറക്റ്റായിട്ട് ഗൂഗിളിലോ മറ്റോ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടില്ല. അതാണ് ഇൻവിസിബിൾ വെബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നോർമലി നമ്മൾ കാണുന്നതെല്ലാം നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടുന്നതൊക്കെ വിസിബിൾ വെബുകളാണ്. ഇപ്പോൾ SGOയുടെ നിങ്ങൾ വെബ്സൈറ്റ് എടുത്തു, SGOയുടെ വെബ്സൈറ്റ് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തതിന് നിങ്ങൾക്ക് കിട്ടും. അല്ലെങ്കിൽ എജൂമിയുടെ വെബ്സൈറ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്തു, അതൊക്കെ ആർക്കും ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നും ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതാണ് വിസിബിൾ വെബ്, കാണാൻ പറ്റുന്നത്. ഇൻവിസിബിൾ വെബ് എന്ന് പറഞ്ഞാൽ അത് ശരിക്ക് 500-ലധികം ഇരട്ടി കൂടുതലാണ് അല്ലേ. കാരണം അത് കാണാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ, നമുക്ക് ഡയറക്റ്റായിട്ട് കാണാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അതാണ് ഇൻവിസിബിൾ വെബ്. അത് ഡാറ്റാബേസുകളാവാം, അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് സെർച്ച് ചെയ്താൽ കിട്ടാത്തതാവാം.
ഇപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ ആധാർ നമ്പർ നിങ്ങൾ ആരെങ്കിലും സെർച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കത് ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടില്ല. പക്ഷേ അത് ആധാർ പോർട്ടലിൽ അത് അവൈലബിൾ ആണ്. നിങ്ങളുടെ ഹാൾ ടിക്കറ്റുകൾ, നിങ്ങളുടെ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ്, അതൊക്കെ ആർക്കും മറ്റുള്ള ആളുകൾക്കൊന്നും ഗൂഗിളിലോ മറ്റോ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് കിട്ടില്ല. അത് നിങ്ങളുടെ ലോഗിനിൽ മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ അതേപോലെയുള്ള വെബ് പേജുകൾ, പോർട്ടൽസ്, ഡാറ്റാബേസുമായിട്ട് ബന്ധപ്പെട്ട അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് ഇൻവിസിബിൾ വെബിൽ വരുന്നത്. അപ്പോൾ ഡിഫറൻസ് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പോൾ സെർച്ച് എഞ്ചിൻ നമുക്കറിയാം, സെർച്ച് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ സെർച്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന എഞ്ചിനെയാണ് നമുക്ക് എന്ത് പറയുക, സെർച്ച് എഞ്ചിൻ എന്ന് പറയുക. അതിലെന്തുണ്ടാവും, ഒരുപാട് ഡാറ്റകൾ ഉണ്ടാവും അല്ലേ. അപ്പോൾ അത് നമുക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ കൊടുത്തു കഴിഞ്ഞ കീവേഡിനനുസരിച്ചുള്ള ഡാറ്റ കിട്ടും. അതാണ് സെർച്ച് എഞ്ചിൻ്റെ പ്രത്യേകത. ഒരുപാട് എക്സാമ്പിൾസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഗൂഗിള്, ബിങ്, ആസ്ക്, ഓരോന്നും നമുക്ക് പറയാം. അപ്പോൾ അതിലുപയോഗിക്കുന്ന പ്രധാനപ്പെട്ടൊരു ടേമാണ് വെബ് ക്രൗളർ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് എന്തിനാണ് ഉപയോഗിക്കുക, നമ്മൾ ഏതെങ്കിലും ഒരു പുതിയ വെബ്സൈറ്റുകളൊക്കെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, പുതിയ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വെബ് ക്രൗളർ എന്ത് ചെയ്യും, ഇതൊരു സിസ്റ്റമാണ് അല്ലേ. ഈ ഒരു സംവിധാനം വെബ് ക്രൗളർ എന്ത് ചെയ്യും, പുതിയ വെബ്സൈറ്റുകളുടെ ഡാറ്റയൊക്കെ ശേഖരിച്ച് വെക്കും, ഇതിലെന്താണെന്നുള്ളത് മനസ്സിലാക്കി വെക്കും. ഓക്കെ. അപ്പോൾ നമ്മൾ ആരെങ്കിലും സെർച്ച് ചെയ്യുമ്പോൾ വളരെ പെട്ടെന്ന് ആക്സസ് കിട്ടും. ഇപ്പോൾ എക്സാമ്പിൾ പറയാം, നിങ്ങൾ ലൈബ്രറിയിൽ ഒരു റോബോട്ടിനെന്ന് വിചാരിക്കുക. അപ്പോൾ ലൈബ്രറിയിൽ ആ റോബോട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടേ ഇരിക്കണം. അപ്പോൾ പുതിയ പുസ്തകങ്ങൾ ഇങ്ങനെ വരുമ്പോൾ ആ റോബോട്ട് പുതിയ പുസ്തകങ്ങളുടെ ഡീറ്റെയിൽസൊക്കെ ശേഖരിച്ച് വെക്കും. മനസ്സിലായല്ലോ. അപ്പോൾ എന്നിട്ട് നമുക്ക് ആരെങ്കിലും പുതിയൊരു പുസ്തകം, ഇൻഫോർമാറ്റിക്സിൻ്റെ പുസ്തകത്തെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ആ റോബോട്ടിനോട് ചോദിച്ചാൽ മതി, അല്ലെങ്കിൽ ആ റോബോട്ടുമായി കണക്ട് ചെയ്തിട്ടുള്ള കമ്പ്യൂട്ടറിനോട് ചോദിച്ചു കഴിഞ്ഞാൽ പുതിയ ഡാറ്റകൾ കിട്ടും, വളരെ പെട്ടെന്ന് കിട്ടും. അല്ലാതെ നിങ്ങൾക്ക് ഡയറക്റ്റ് അവിടെ പോയിട്ട് ഓരോന്നായിട്ട് ഇങ്ങനെ സെർച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. മനസ്സിലായല്ലോ. ആ ഒരു റോബോട്ടിൻ്റെ ഡ്യൂട്ടിയാണ് ശരിക്കും ഇവിടെ വെബ് ക്രൗളർ ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ സെർച്ച് എഞ്ചിൻ ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഗൂഗിൾ പ്രധാനപ്പെട്ട സെർച്ച് എഞ്ചിനാണ്, എല്ലാവർക്കും അറിയാം. അതേപോലെ തന്നെ ബിങ് ഉണ്ട്. ഇതൊക്കെ ഒന്ന് ഉപയോഗിച്ച് നോക്കട്ടോ. നിങ്ങൾ ഉപയോഗിച്ച് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഡക്ക്, അതൊക്കെ നിങ്ങളുടെ പിന്നെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞതാണ്. അതേപോലെ തന്നെ യാഹു നിങ്ങൾക്കറിയാം, ആസ്ക്, ഇങ്ങനെ ഒരുപാട് സെർച്ച് എഞ്ചിനുകൾ. ഇതൊക്കെ പല ടൈപ്പുകളും പല ഫീച്ചേഴ്സുള്ള എഞ്ചിൻസാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക. ഈ എക്സാമ്പിൾസൊക്കെ നിങ്ങൾ പഠിച്ചു നോക്കുക. ഓക്കെ ആയല്ലോ. അതാണ് ഒന്നാമത്തെ ടോപ്പിക്ക്. രണ്ടാമത്തെ ടോപ്പിക്ക് പറയുന്നത് അക്കാഡമിക് സെർച്ച് എഞ്ചിൻ. വളരെ പ്രധാനപ്പെട്ടൊരു പോർഷനാണ് അക്കാഡമിക് സെർച്ച് എഞ്ചിൻ. ഇതിൽ നിന്ന് എക്സാമിന് എന്തായാലും ക്വസ്റ്റ്യൻ ചോദിക്കുന്നുള്ള ഉറപ്പാണ്. അപ്പോൾ അക്കാഡമിക് സെർച്ച് എഞ്ചിൻ എന്നുള്ളത് നിങ്ങൾ പഠിച്ചു വെക്കുക. അക്കാഡമിക്കുമായിട്ട് ബന്ധപ്പെട്ട വിദ്യാഭ്യാസപരമായിട്ടുള്ള ഗവേഷണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ഇതിലുണ്ടാവുക. അതിൽ കളിയും ചിരിയും തമാശയും ഒന്നും ഉണ്ടാവില്ല. മനസ്സിലായല്ലോ. നമ്മുടെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പല കാര്യങ്ങളും, കോമഡീസും വീഡിയോസും എല്ലാം കിട്ടും. ഇതിൽ വിദ്യാഭ്യാസപരമായിട്ടുള്ള റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട ഗവേഷണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ഉണ്ടാവുക. ഓക്കെ അല്ല. അതാണ് അക്കാഡമിക് സെർച്ച് എഞ്ചിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ സെർച്ച് എഞ്ചിൻ തന്നെയാണ്, അതിലൊരു ചില പാർട്ടുകൾ മാത്രം, ചില സ്പെഷ്യൽ സെർച്ച് എഞ്ചിനാണ് അക്കാഡമിക് സെർച്ച് എഞ്ചിൻ. ക്ലിയർ ആയല്ലോ. എന്തിനാണ് ഇത് ഉപയോഗിക്കുക? ഇറ്റ് ഹെൽപ്പ് റിസർച്ചേഴ്സ് ഫൈൻഡ് ഇമ്പോർട്ടൻറ്റ് സ്റ്റഡി മെറ്റീരിയൽസ് ലൈക്ക് റിസർച്ച് പേപ്പേഴ്സ്, ജേർണൽ ആർട്ടിക്കിൾസ്, കോൺഫറൻസ് പേപ്പേഴ്സ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, തിസിസുകൾ. അപ്പോൾ അക്കാഡമിക്കുമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെയുണ്ട് അതൊക്കെ ഈ സെർച്ച് എഞ്ചിനിൽ സെർച്ച് ചെയ്താൽ കിട്ടും. മനസ്സിലായി. ഇതാണ് ബേസിക് സെർച്ച് എഞ്ചിൻ്റെ ഐഡിയ, അക്കാഡമിക് സെർച്ച് എഞ്ചിൻ്റെ ഐഡിയ. അപ്പോൾ ഇതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ കീ ഫീച്ചേഴ്സ് ഓഫ് അക്കാഡമിക് സെർച്ച് എഞ്ചിനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. എല്ലാത്തിലും നിങ്ങൾക്ക് കോമൺ ആയിട്ട് എഴുതാൻ പറ്റുന്ന, ഇനി ഏതെങ്കിലും ഒരു എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാലും അതിന് അണ്ടറിൽ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫീച്ചേഴ്സ് എഴുതാൻ പറ്റും അല്ലേ. എന്തൊക്കെയാണ് കീ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്? ഡാറ്റാബേസ് സൈസ് ആൻഡ് കവറേജ്. ഒരുപാട് മില്യൺസ് ഓഫ് ഡാറ്റാസ് ഉണ്ടാവും. മില്യൺസ് ഓഫ് ഡാറ്റയാണ് ഇതിലുണ്ടാവുക. ഓക്കെ ആയല്ലോ. അതായത് പലർക്കും നമുക്ക് അപ്ലോഡ് ചെയ്യാം. അങ്ങനെ കോടിക്കണക്കിന് ആളുകളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുള്ള ലേഖനങ്ങൾ, പബ്ലിക്കേഷൻസൊക്കെ ഇതിലുണ്ടാവും. നമുക്ക് സെർച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ നമുക്ക് ഫുൾ ടെക്സ്റ്റ് ബുക്ക് വേണമെങ്കിൽ ആക്സസ് കിട്ടും. ചിലപ്പോൾ പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും, ചിലപ്പോൾ ഫ്രീ ആയിട്ട് കിട്ടും. അതേപോലെ സൈറ്റേഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. സൈറ്റേഷൻ ചെയ്യൽ മാത്രമല്ല, അതിൻ്റെ സൈറ്റേഷൻ കൗണ്ടുകൾ, സൈറ്റേഷൻ ചെയ്യൽ ഇതിലല്ല കേട്ടോ, സൈറ്റേഷൻ കൗണ്ടുകൾ കിട്ടും. അതേപോലെ തന്നെ എത്ര ആളുകൾ ഏതൊക്കെ പേപ്പേഴ്സ് സൈറ്റ് ചെയ്തിട്ടുണ്ട്, റെഫർ ചെയ്തിട്ടുണ്ട്, അങ്ങനത്തെ ഒരുപാട് ഡീറ്റെയിൽസ് ഇതിൽ കിട്ടും. സൈറ്റേഷനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇൻ്റഗ്രേഷൻ വിത്ത് റെഫറൻസ് മാനേജ്മെൻറ്റ് ടൂൾ അല്ലേ. അപ്പോൾ റെഫറൻസ് മാനേജ്മെൻറ്റ് ടൂൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള ചില ടൂളുകളൊക്കെ ആയിട്ട് ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് പ്രവർത്തിക്കാൻ വേണ്ടി പറ്റും. ഇതാണ് അക്കാഡമിക് സെർച്ച് എഞ്ചിൻ്റെ പ്രത്യേകത. അപ്പോൾ ഫീച്ചേഴ്സ് നിങ്ങൾ പഠിച്ചു വെക്കുക. നിർബന്ധമായിട്ടും അക്കാഡമിക് സെർച്ച് എഞ്ചിനെ കുറിച്ച് ഒരു 4 മാർക്കിനോ മുകളിലോട്ടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നിർബന്ധമായിട്ട് ഒരു ഫീച്ചേഴ്സ് എഴുതണം. ഓക്കെ അല്ലോ. പ്രധാനപ്പെട്ട അക്കാഡമിക് സെർച്ച് എഞ്ചിൻ ഏതൊക്കെയെന്നുള്ള ഇവിടെ പറയുന്നുണ്ട്. ഇതിൽ 3 നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. ഫുള്ള് പഠിച്ചാൽ വളരെ
ഉഷാറായി. ഗൂഗിൾ സ്കോളർ നമുക്കറിയാം, ഗൂഗിൾ സ്കോളർ, അതേപോലെ പബ്മെഡ് അല്ലേ, ഓരോന്നിൻ്റെയും സ്പെഷ്യാലിറ്റി നിങ്ങൾ പഠിച്ചു വെക്കുക. ഡിഫറൻസ് ഞാൻ ടേബിളായിട്ട് കൊടുക്കാം, സ്പെഷ്യാലിറ്റി നിങ്ങൾ പഠിച്ചു വെക്കുക. ഗൂഗിൾ സ്കോളർ വളരെ ഫ്രണ്ട്ലി ആണ്, സിമ്പിളാണ്. പബ്മെഡ് എന്ന് പറയുമ്പോൾ മെഡ് എന്ന് ഓർക്കുക, മെഡിക്കലുമായിട്ട് ബന്ധപ്പെട്ട, ബയോമെഡിക്കൽ, ലൈഫ് സയൻസുമായിട്ട് ബന്ധപ്പെട്ട, അങ്ങനത്തെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് പബ്മെഡിൽ പ്രധാനമായിട്ടുള്ളത്. അതേപോലെ സയൻസ് ഡയറക്റ്റ് മറ്റൊന്നാണ്, സയൻസ് ഡയറക്റ്റ്. ഇതിൽ സയൻറ്റിഫിക് ആയിട്ടുള്ള, ടെക്നിക്കൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഇതിലുണ്ടാവുക. IEEE എക്സ്പ്ലോറിൽ പ്രധാനമായിട്ടും ടെക്നോളജി, കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഒക്കെയാണ് വരിക. അതല്ലാത്ത പേപ്പേഴ്സുണ്ട്, പ്രധാനമായിട്ടും അതാണ് അതിൽ ഉള്ളത്. അതേപോലെ സ്കോപ്പസ്, വൈഡ് വെറൈറ്റി ഓഫ് ഒരു ശേഖരണ കേന്ദ്രമാണ് സ്കോപ്പസ് എന്ന് പറയുന്നത്. അതിൽ പിന്നെ സയൻറ്റിഫിക് ആയിട്ടുള്ള പല ടൈപ്പ് ഓഫ് ആർട്ടിക്കിൾസ് ഉണ്ട്, മനസ്സിലായല്ലോ. അതേപോലെ തന്നെ മറ്റൊന്നാണ് ജസ്റ്റർ, ഹ്യൂമാനിറ്റീസ്, സോഷ്യൽ സയൻസിന് സ്പെഷ്യലൈസേഷൻ നടത്തിയിട്ടുള്ള അക്കാഡമിക് സെർച്ച് എഞ്ചിനാണ് ഇത്. അപ്പോൾ ഇതിൽ ഓരോന്നിൻ്റെ പർപ്പസ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കുക. 3 എണ്ണെങ്കിലും നിങ്ങൾ നിർബന്ധമായിട്ടും ഡീറ്റെയിൽഡായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ ആയല്ലോ. ഒരു ക്വസ്റ്റ്യൻ ഇവിടെ കാണാം. ഇവാലുവേറ്റ് ദി സിഗ്നിഫിക്കൻസ് ഓഫ് അക്കാഡമിക് സെർച്ച് എഞ്ചിൻസ് ഇൻ മോഡേൺ റിസർച്ച്. അപ്പോൾ അക്കാഡമിക് സെർച്ച് എഞ്ചിൻ്റെ പ്രാധാന്യം, ഇമ്പോർട്ടൻസ്, സിഗ്നിഫിക്കൻസ് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് എഴുതാം? അക്കാഡമിക് സെർച്ച് എഞ്ചിൻ എന്താണെന്നുള്ളത് എഴുതുക. അതേപോലെ അതിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സും അതിൻ്റെ ഇമ്പോർട്ടൻസും ഇതിൽ നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി പറ്റും. ക്ലിയർ ആയല്ലോ. ദെൻ കമ്പയർ അറ്റ്ലീസ്റ്റ് 3 മേജർ അക്കാഡമിക് സെർച്ച് എഞ്ചിൻസ്, ഡിസ്കസിങ് ദെയർ ഫീച്ചേഴ്സ്, അഡ്വാൻറ്റേജസ് ആൻഡ് ഏരിയ ഓഫ് സ്പെഷ്യലൈസേഷൻ. അപ്പോൾ 3 പ്രധാനപ്പെട്ട അക്കാഡമിക് സെർച്ച് എഞ്ചിൻ കമ്പയർ ചെയ്യാനാണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ 3 സെലക്ട് ചെയ്യാം. ഏതൊക്കെ? ഒന്ന് പ്രധാനപ്പെട്ട നിങ്ങൾ ഗൂഗിൾ സ്കോളർ നിങ്ങൾക്ക് അറിയുന്നത് അത് എടുത്തോളൂ. അതേപോലെ പബ്മെഡ് എടുത്തോളൂ, മെഡിക്കലുമായിട്ട് ബന്ധപ്പെട്ടാണ്. പിന്നെ IEEE എക്സ്പ്ലോറോ സയൻസ് ഡയറക്റ്റോ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് എടുക്കാം. മനസ്സിലായല്ലോ. ചോദ്യം എന്തായിരുന്നു? ഡിസ്കസിങ് ദെയർ ഫീച്ചേഴ്സ് നമുക്കറിയാം, ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓരോ ഫീച്ചേഴ്സും എന്താണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് എഴുതാം. അതേപോലെ തന്നെ അഡ്വാൻറ്റേജും ഏരിയ ഓഫ് സ്പെഷ്യലൈസേഷൻ ശ്രദ്ധിക്കുക. ഓരോന്നിനും സ്പെഷ്യൽ ഏരിയകളുണ്ട്. പബ്മെഡ് ആകുമ്പോൾ മെഡിക്കൽ സയൻസ്, ലൈഫ് സയൻസുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലേ. IEEE എക്സ്പ്ലോറർ ആകുമ്പോൾ ടെക്നോളജി, ടെക്നിക്കൽ, കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രിക്കൽ, അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് ഇതിൽ. ഇലക്ട്രോണിക്സ് അങ്ങനത്തെയൊക്കെയാണ് വരിക. സയൻസ് ഡയറക്റ്റ് ആകുമ്പോൾ സയൻറ്റിഫിക്കലാണ്, ജസ്റ്റർ ആകുമ്പോൾ ഹ്യൂമാനിറ്റീസാണ്. അപ്പോൾ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നിങ്ങൾ ഏരിയ അതിൻ്റെ ഏതിലാണോ സ്പെഷ്യലൈസേഷൻ അത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാൻ പറ്റും, കള്ളി വരച്ചിട്ടൊക്കെ നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി പറ്റും. ഓക്കെ ആയല്ലോ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ 10 മാർക്കിന് ചോദിച്ചാൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് 4 മാർക്കിന് ചോദിച്ചാലും എഴുതാൻ പറ്റും, 2 മാർക്കിന് ചോദിച്ചാലൊക്കെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഓക്കെ എന്ന് വിചാരിക്കും. വളരെ പ്രധാനപ്പെട്ടതാണ് അക്കാഡമിക് സെർച്ച് എഞ്ചിൻ. ഇത് എന്തായാലും നിങ്ങൾക്ക് എക്സാമിന് ചോദ്യം ഉണ്ടാവും. അപ്പോൾ ഇതാണ് 1ാമത്തെ യൂണിറ്റിൽ പഠിക്കാനുള്ളത്. 2ാമത്തെ യൂണിറ്റ് വളരെ പെട്ടെന്ന് നമുക്കൊന്ന് കവർ ചെയ്യാം. റെപ്പോസിറ്ററീസ് ആൻഡ് ഡാറ്റ സോഴ്സസ്. ഇതാണ് 2ാമത്തെ യൂണിറ്റിൽ, 1ാമത്തെ ബ്ലോക്കിലെ 2ാമത്തെ യൂണിറ്റിൽ പറയുന്നത്. ഓക്കെ. അപ്പോൾ റെപ്പോസിറ്ററീസ് എന്ന് പറഞ്ഞാൽ ശേഖരണ കേന്ദ്രം അല്ലേ. ഡാറ്റ, നമ്മുടെ അക്കാഡമിക് വർക്കുകൾ, റിസർച്ച് ആർട്ടിക്കിൾസ്, ഇതൊക്കെ ശേഖരിച്ച് വെക്കുന്ന കേന്ദ്രങ്ങളെ നമുക്ക് റെപ്പോസിറ്ററീസ് എന്ന് വിളിക്കാം, ശേഖരണ കേന്ദ്രം എന്ന് വിളിക്കാം. മനസ്സിലായല്ലോ. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ അതേ സാധനങ്ങൾ തന്നെയാണ് എപ്പോഴും പറയുന്നത്. ഒരുപാട് ശേഖരണ കേന്ദ്രങ്ങൾ, ഒരുപാട് റെപ്പോസിറ്ററീസാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതിൽ ഒരുപാട് റെപ്പോസിറ്ററി നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. ഏതൊക്കെയായിരുന്നു? ഗൂഗിൾ സ്കോളർ, ഇൻഫ്ലിബിനെറ്റ്, ശോധഗംഗ, NDLI, പബ്മെഡ്, ആർക്സീവ്, അതേപോലെ ജസ്റ്റർ. ഇതൊക്കെ നിങ്ങൾ പഠിച്ച് വെക്കുക. ഇത് മാത്രം പഠിച്ചാൽ ഈ ഒരു യൂണിറ്റ് മൊത്തം കവറായി. മനസ്സിലായല്ലോ. അപ്പോൾ എന്ത് ക്വസ്റ്റ്യൻ വെച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ക്വസ്റ്റ്യൻ നോക്കും. ഇവാലുവേറ്റ് ദി ഫീച്ചേഴ്സ് ആൻഡ് ഫങ്ഷണാലിറ്റീസ് ഓഫ് ഗൂഗിൾ സ്കോളർ, ശോധഗംഗ ആൻഡ് ഇൻഫ്ലിബിനെറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ടേബിൾ മാത്രം പഠിച്ചാൽ മതി, എന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം. മനസ്സിലായല്ലോ. അപ്പോൾ ഗൂഗിൾ സ്കോളറിൻ്റെ എന്താണ് ഗൂഗിൾ സ്കോളർ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതൊരു സെർച്ച് എഞ്ചിനാണ്. വൈഡ് വെറൈറ്റി ഓഫ് സബ്ജക്ട്സുകളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ സിമ്പിളായിട്ട് നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും. സൈറ്റേഷൻ ഉണ്ട്, കുറേ കാര്യങ്ങളുണ്ട് അല്ലേ. സൈറ്റഡ് ബൈ ഫീച്ചർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഞാൻ കാണിച്ചു തന്നിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കുക. ഒപ്പം അത് ഗ്ലോബൽ സെർച്ചിന് വേണ്ടി ഉപയോഗിക്കും. വൈഡ് വെറൈറ്റി ഓഫ് സെർച്ചസ് ഉണ്ട് അല്ലേ. അപ്പോൾ അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇതൊക്കെ നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക. ഗൂഗിൾ സ്കോളർ ഒന്ന് അടിച്ചു നോക്കുക, സൈറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക, നിങ്ങളുടെ അക്കൗണ്ടൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അതേപോലെ തന്നെ ഇൻഫ്ലിബിനെറ്റ് ഒന്ന് അടിച്ചു നോക്കുക, അതിൻ്റെ സൈറ്റുകൾ നിങ്ങൾ ഓപ്പൺ ചെയ്ത് നോക്കുക. ശോധഗംഗ നിങ്ങൾ സൈറ്റിൽ അടിച്ചു നോക്കുക. ഓരോന്നും നിങ്ങൾ അടിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും പാടെ എന്താവും മനസ്സിലാവും. ഇപ്പോൾ ആനനെ കുറിച്ച് പറയുമ്പോൾ ആന വലിയ മൃഗമാണ്, അതിന് തുമ്പിക്കൈയുണ്ട്, 2 ചെവിയുണ്ട്, 4 കാലുണ്ട് എന്നൊക്കെ തിയറി പഠിക്കുന്നതിന് അപ്പോൾ നിങ്ങൾ ആന നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ അത് മതി. അതേപോലെ ഓരോ വെബ്സൈറ്റുകളും നിങ്ങൾ വിസിറ്റ് ചെയ്തിട്ട് അതിലെന്തൊക്കെയാണ് ഫീച്ചേഴ്സ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിൻ്റെ സമയത്ത് അതൊക്കെ ഓർമ്മ വരും. അതേപോലെ നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി പറ്റും. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇതാണ് ഈ ഒരു ടേബിൾ മാത്രം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക്
മെച്ചം ഉണ്ടാവുക. അപ്പോൾ ഈ ക്വസ്റ്റ്യനോ ഇതിനപ്പുറമുള്ള ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഡിസ്കസ് ഹൗ ഈച്ച് പ്ലാറ്റ്ഫോം എൻഹാൻസസ് റിസർച്ച് എഫിഷ്യൻസി, സ്കോളർലി കമ്മ്യൂണിക്കേഷൻ ആൻഡ് ആക്സസ് അക്കാഡമിക് റിസോഴ്സ്. ഇതാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. ഓരോ നമുക്ക് സിമ്പിളായി ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് പറഞ്ഞു പോകാം. അല്ല, ഗൂഗിൾ സ്കോളർ ഞാൻ പറഞ്ഞു വൈഡ് വെറൈറ്റി ഓഫ് ഏരിയ ഉണ്ട്, വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പ്രധാനപ്പെട്ട ഫീച്ചർ സൈറ്റഡ് ബൈ ആണ്. അതിൽ എത്ര ആളുകൾ സൈറ്റ് ചെയ്തിട്ടുണ്ട് കാണാൻ പറ്റും. ഇതിൽ മാത്രമല്ല കേട്ടോ, വേറെ പലതിലും കാണാൻ പറ്റും. ഗൂഗിൾ സ്കോളറിൽ പ്രത്യേകിച്ച് കാണാൻ പറ്റും. ഇൻഫ്ലിബിനെറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ പ്രധാനമായിട്ടും നോക്കുക, ഇന്ത്യൻ ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇനീഷ്യേറ്റീവാണ് ഇൻഫ്ലിബിനെറ്റ്. മനസ്സിലായല്ലോ. ഇന്ത്യയിലെ ആർട്ടിക്കിൾസും ഇന്ത്യയിലെ അക്കാഡമിക് റിസോഴ്സുകളാണ് ഇതിലുണ്ടാവുക. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു സാധനമാണ് ശോധഗംഗ. അപ്പോൾ ഇൻഫ്ലിബിനെറ്റിൽ കുറേ സാധനങ്ങളുണ്ട്, അതിൽ പ്രധാനപ്പെട്ട ഒരു കളക്ഷനാണ് ശോധഗംഗ. അപ്പോൾ ഇൻഫ്ലിബിനെറ്റിൻ്റെ അണ്ടറിൽ നമുക്ക് ഇൻഫ്ലിബിനെറ്റ് എന്നുള്ള സൈറ്റ് എടുത്തു നോക്കി കഴിഞ്ഞാൽ അതിൽ ശോധഗംഗ എന്നുള്ളൊരു ഫീച്ചർ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ശോധഗംഗയുടെ സൈറ്റിലേക്ക് പോകും. മനസ്സിലായല്ലോ. അപ്പോൾ ഇൻഫ്ലിബിനെറ്റിൽ ഒരുപാട് വെറൈറ്റി സാധനങ്ങളുണ്ട്. ശോധഗംഗയുടെ മാറ്റി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്, തിസീസുകളുണ്ട്, ആർട്ടിക്കിൾസ് ഉണ്ട്, ലേഖനങ്ങളുടെ എല്ലാം ഉണ്ട്. പക്ഷേ ശോധഗംഗയിലേക്ക് കടക്കുമ്പോൾ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? ശോധഗംഗയിൽ PhD തിസീസുകൾ മാത്രമാണ് ഉണ്ടാവുക. തിസീസ് ഡെസർട്ടേഷൻസ് മാത്രമാണ് ശോധഗംഗയിലുള്ളത്, അതും ഇന്ത്യയിലുള്ളത് മാത്രം. മനസ്സിലായില്ല. അപ്പോൾ ഓരോന്നിനും ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കി കേട്ടോ. ഗൂഗിൾ ഇന്ത്യയിൽ മാത്രമല്ല, ഇൻഫ്ലിബിനെറ്റും ശോധഗംഗ എന്ന് പറയുമ്പോൾ ഇന്ത്യക്ക് മാത്രമായിട്ട് ചുരുങ്ങി. മനസ്സിലായല്ലോ. അതേപോലെ തന്നെ NDL എന്നുള്ളത് മറ്റൊരു പ്ലാറ്റ്ഫോമാണ്. ഇന്ത്യയുടെ ഡിജിറ്റൽ അക്കാദമിക് ലൈബ്രറിയാണ്. അതിൽ ബുക്കുകൾ, ആർട്ടിക്കിൾസ്, വീഡിയോസ് ഒക്കെ ഉണ്ടാവും. വീഡിയോസ്, ഓഡിയോസ്, അങ്ങനത്തെ പല വെറൈറ്റി ഓഫ് മെറ്റീരിയൽസ് ഉള്ളതാണ് NDL. അതും ഇന്ത്യയിൽ മാത്രമാണ്. അപ്പോൾ ഇത് മൂന്നും പ്രധാനമായിട്ടും ഇന്ത്യക്കാർക്ക് എന്നുള്ളതല്ല, ഇന്ത്യയുടെ റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമാണ്. പിന്നെ PubMed നമ്മൾ പറഞ്ഞു മെഡിക്കൽ റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ടതാണുള്ളത്. ഓക്കെ. ആർക്കൈവ് എന്നുള്ളത് ഓപ്പൺ ആക്സസ് സയൻസ് പേപ്പേഴ്സാണ്. അതിൽ കാര്യമായിട്ടും ഫിസിക്സ്, മാത്സ് അങ്ങനത്തെ കുറേ സാധനങ്ങളാണ് ഇതിലുണ്ടാവുക. ഓക്കെ. JSR നമ്മൾ പറഞ്ഞിരുന്നു ഹിസ്റ്റോറിക്കൽ കണ്ടന്റ്, ഹിസ്റ്ററി, ഹ്യൂമാനിറ്റീസ്, സോഷ്യൽ സയൻസ്, അതുമായിട്ട് ബന്ധപ്പെട്ട. അപ്പോൾ നിങ്ങളുടെ സോഷ്യോളജിയുമായിട്ട് ബന്ധപ്പെട്ട, ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട പേപ്പേഴ്സൊക്കെ തരേണ്ടത് നിങ്ങളെവിടെയാണ്? JSRലാണ്. അപ്പോൾ ഓരോന്നിനും ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കുക. ഈ ടേബിൾ നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. നിർബന്ധമായിട്ട് ഒരു ടേബിളെങ്കിലും നിങ്ങൾ പഠിച്ചു വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് 15 മാർക്കിന് ചോദിച്ചാൽ ഓരോ പോയിന്റും നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാം. 2 മാർക്കിനും ചോദിച്ചാൽ അത് എഴുതാം. ഏതെങ്കിലും 3 ഡിഫറൻസ് ചോദിച്ചാൽ അതും നിങ്ങൾക്ക് ഇതിൽ നിന്ന് എഴുതാൻ വേണ്ടി പറ്റും. ഓക്കെ അല്ലോ. ഇപ്പം തന്നെ നിങ്ങളിത് പഠിച്ചു വെക്കുക. വേറെ ഇനി സമയമില്ല, അതുകൊണ്ട് ഇപ്പം തന്നെ നിങ്ങളിതൊക്കെ ഓരോന്നും പഠിച്ചു വെക്കുക. ക്ലിയർ ആയല്ലോ. കഴിഞ്ഞു. ഇനി ഇപ്പോൾ ഈ ചോദ്യത്തിൻ്റെ സ്പെഷ്യൽ ആൻസേഴ്സ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഗൂഗിൾ സ്കോളർ, ശോധഗംഗ, ഇൻഫ്ലിബിനെറ്റ്. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഇവാലുവേറ്റ് ദി ഫീച്ചേഴ്സ് ആൻഡ് ദി ഫങ്ഷണാലിറ്റീസ് ഓഫ് ഗൂഗിൾ സ്കോളർ, ശോധഗംഗ ആൻഡ് ഇൻഫ്ലിബിനെറ്റ്. അപ്പോൾ ഓരോന്നിൻ്റെയും ഫീച്ചേഴ്സും ഫങ്ഷണാലിറ്റീസും ഒക്കെ നമുക്ക് നോക്കാം. ഡിസ്കസ് ഹൗ ഈച്ച് പ്ലാറ്റ്ഫോം എൻഹാൻസസ് റിസർച്ച് എഫിഷ്യൻസി, സ്കോളർലി കമ്മ്യൂണിക്കേഷൻ ആൻഡ് ആക്സസ് ടു അക്കാഡമിക് റിസോഴ്സസ്. ഇതാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. ഓരോ പ്ലാറ്റ്ഫോമും എങ്ങനെയാണ് റിസർച്ച് എഫിഷ്യൻസി, സ്കോളർലി കമ്മ്യൂണിക്കേഷൻ, അതേപോലെ തന്നെ അക്കാഡമിക് റിസോഴ്സിൽ ആക്സസ്, ഇതിനൊക്കെ എങ്ങനെയാണ് എൻഹാൻസ് ചെയ്യുന്നത്, ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഓരോ നമുക്ക് നോക്കാം. ഗൂഗിൾ സ്കോളർ നമുക്കറിയാം, അതിലുള്ളത് വൈഡ് വെറൈറ്റി ഓഫ് ആർട്ടിക്കിൾസ് ആണ് അല്ലേ. അപ്പോൾ എങ്ങനെയാണത് റിസർച്ച് എഫിഷ്യൻസി എൻഹാൻസ് ചെയ്യുന്നത്? ക്വിക്ക്ലി ഫൈൻഡ്സ് അക്കാഡമിക്, വളരെ പെട്ടെന്ന് നമുക്ക് കിട്ടും. തിസീസും എല്ലാം നമുക്ക് വളരെ പെട്ടെന്ന് കിട്ടും. അതാണ് ഗൂഗിൾ സ്കോളറിൻ്റെ പ്രത്യേകത. പിന്നെ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്? എങ്ങനെയാണ് ഷെയർസ് റിസർച്ച് ടു എ ഗ്ലോബൽ ഓഡിയൻസ്. അപ്പോൾ നമ്മളെ റിസർച്ചുകളൊക്കെ മറ്റുള്ള ആളുകൾക്കും കാണാൻ പറ്റും. അപ്പോൾ അത് ഷെയർ ചെയ്തിട്ട് എല്ലാവർക്കും കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു തിസീസ്, നമ്മുടെ ആർട്ടിക്കിൾസിനൊക്കെ ഒരു ആക്സസ് കിട്ടും. മനസ്സിലായല്ലോ. പിന്നെ ഹൗ ഇറ്റ് ഇംപ്രൂവ്സ് ആക്സസ് ടു അക്കാഡമിക് റിസോഴ്സ് അല്ലേ. എങ്ങനെയാണ് ഇമ്പ്രൂവ് ചെയ്യുന്നത്? ഒരുപാട് ഫ്രീ കണ്ടൻറ്റുകളും കാര്യങ്ങൾക്കൊക്കെ ഉള്ള ആക്സസ് നമുക്ക് തരുന്നുണ്ട്. പെയ്ഡും ഉണ്ടാവും, ഫ്രീ ഉണ്ടാവും. അപ്പോൾ ഫ്രീ ഉള്ളത് നമുക്ക് വളരെ പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. സെയിം അതേപോലെ തന്നെ ശോധഗംഗ നോക്കൂ. ശോധഗംഗയുടെ പ്രത്യേകത എന്താ അല്ലേ? PhD തിസീസാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകത. ഇന്ത്യയുടെ തിസീസുകളും ഇന്ത്യയുടെ ഡെസർട്ടേഷൻസൊക്കെയാണ് ഇതിലുണ്ടാവുക. മനസ്സിലായല്ലോ. അപ്പോൾ നമുക്കിതിൻ്റെ ലാർജ് കളക്ഷൻസാണ്. അതുകൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് ഓരോ തിസീസുകൾ നമുക്ക് സെർച്ച് ചെയ്ത് കണ്ടെത്താൻ വേണ്ടി പറ്റും. ഇപ്പോൾ നിങ്ങൾ ശോധഗംഗ എന്ന് അടിക്കുക, അതിൻ്റെ സൈറ്റ് എടുത്ത് നോക്കുക. മൊത്തത്തിൽ ഇവിടെ കാണിച്ചു തരാനുള്ള സമയമില്ല, നമ്മുടെ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സൈറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ അതിൽ ഓരോ ജസ്റ്റ് നിങ്ങളൊരു എക്സാമ്പിൾ അടിച്ച് നോക്കിക്കുക. COVID-19 അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ശോധഗംഗ എന്നുള്ള സൈറ്റ് എടുക്കുക. COVID-19 എന്നൊക്കെ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട തിസീസുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. മനസ്സിലായല്ലോ. മറ്റൊന്ന് ഇൻഫ്ലിബിനെറ്റ്. ഇതും എന്തായിരുന്നു? യൂണിവേഴ്സിറ്റീസ് കണക്ട് ചെയ്തിട്ടുള്ളൊരു റെപ്പോസിറ്ററിയാണ്. ശോധഗംഗ ഇൻഫ്ലിബിനെറ്റിന് അണ്ടറിലാണ്. ശോധഗംഗ എന്നുള്ളൊരു പ്ലാറ്റ്ഫോം നമുക്ക് ഇൻഫ്ലിബിനെറ്റിനുള്ളിൽ സൈറ്റിൽ കാണാൻ വേണ്ടി പറ്റും. മനസ്സിലായല്ലോ. ഇതിലും ജേർണൽസ്, ബുക്ക് കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് എക്സാമിൽ എഴുതാൻ പറ്റും. എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ ടേബിൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി പറ്റും. ഓക്കെ ആയല്ലോ.
അപ്പോൾ ഇതാണ് രണ്ടാമത്തെ യൂണിറ്റിൽ നമ്മൾ പറഞ്ഞത്. ഇനി മൂന്നാമത്തെ യൂണിറ്റിലൂടെ വളരെ പെട്ടെന്ന് നമ്മൾ പോവുകയാണെങ്കിൽ സോഫ്റ്റ്വെയർ ഇൻ ഹയർ എഡ്യൂക്കേഷൻ എന്നുള്ളതാണ്. ഇതിൽ നിന്ന് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് എന്നൊക്കെ നമുക്ക് നോക്കാം. എന്താണ് സോഫ്റ്റ്വെയർസിൻ്റെ ഹയർ എഡ്യൂക്കേഷനിലെ സോഫ്റ്റ്വെയർസിൻ്റെ പ്രത്യേകത, ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിലെയും മറ്റൊക്കെയുള്ള സോഫ്റ്റ്വെയർസിൻ്റെ പ്രത്യേകത എന്താണ് അതിൻ്റെ പർപ്പസ് എന്താണ്, അല്ലേ? ഇപ്പോൾ നമുക്കറിയാം, പഴയ പോലെയല്ല, നമുക്ക് ജസ്റ്റ് പുസ്തകവും പേനയൊക്കെ എടുത്ത് വായിക്കലും എഴുതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ടൈം കൺസ്യൂമിംഗ് ആണ്, സമയം ഒരുപാട് പോകും, അല്ലേ? ഇപ്പോൾ നമ്മൾ 2-3 ദിവസങ്ങളെ കൊണ്ട് വായിക്കുന്ന അല്ലെങ്കിൽ എഴുതുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് നിമിഷങ്ങളെ കൊണ്ട് ഓൺലൈൻ സോഫ്റ്റ്വെയറിലൂടെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് ഇതിൻ്റെ ബേസിക് പ്രത്യേകത. മനസ്സിലായല്ലോ? അപ്പോൾ ട്രഡീഷണൽ അക്കാഡമിക് മെത്തേഡുകളൊക്കെ ചേഞ്ച് ആയിട്ട് എവിടേക്ക് പോയിട്ടുണ്ട്? ഓൺലൈനിലോട്ട് അല്ലെങ്കിൽ സോഫ്റ്റ്വെയറിലോട്ട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ സോഫ്റ്റ്വെയർ മാത്രമല്ല, ഓൺലൈൻ സോഫ്റ്റ്വെയർസിലോട്ട് മാറിയിട്ടുണ്ട്, അല്ലേ? അപ്പോൾ ഇൻ്റർനെറ്റൊക്കെ വന്നതോടുകൂടെ നമുക്ക് വളരെ പെട്ടെന്ന് ഈ കാര്യങ്ങളൊക്കെ ആക്സസ് കിട്ടും. മനസ്സിലായല്ലോ? അതാണ് ഈ സോഫ്റ്റ്വെയറിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്. അപ്പോൾ ട്രഡീഷണൽ മെത്തേഡിന് ചേഞ്ച് ആക്കിയിട്ടുണ്ട്. അതേപോലെ വളരെ ഈസി ആയിട്ട് നമുക്ക് ആക്സസ് കിട്ടും. വളരെ ബെറ്ററായിട്ട്, വളരെ പെട്ടെന്നുള്ള സെർച്ചുകൾ വളരെ ഉഷാറായിട്ട് നമുക്ക് കിട്ടും. സോർട്ട് ചെയ്തിട്ട്, മറ്റേത് നമുക്ക് ഓരോ പുസ്തകമൊക്കെ സെർച്ച് ചെയ്ത് കണ്ടെത്തി ചിലപ്പോൾ നമ്മൾ ലൈബ്രറിയിൽ വേറെ സ്ഥലത്തേക്കൊക്കെ യാത്ര ചെയ്യേണ്ടി വരും പുസ്തകത്തിനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ അതിനൊന്നും ആവശ്യമില്ലല്ലോ, വളരെ പെട്ടെന്ന് നമുക്ക് ആക്സസ് കിട്ടും. മനസ്സിലായല്ലോ? അതേപോലെ തന്നെ സോഫ്റ്റ്വെയർസ് അലോസ് ന്യൂ വേസ് ടു വർക്ക് ടുഗദർ, അല്ലേ? പല ആളുകളും പല സ്ഥലത്തൊക്കെ ആണെങ്കിൽ അതൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് വർക്ക് ചെയ്യാനൊക്കെ വേണ്ടി സാധിക്കും. അത് കണക്ട് ചെയ്തിട്ട് കമ്മ്യൂണിക്കേഷൻ ഒക്കെ നടത്തിയിട്ട്, അല്ലേ, നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് സോഫ്റ്റ്വെയർസിൻ്റെ പ്രത്യേകത. മനസ്സിലായല്ലോ? ഇത് പഠിച്ചു വെക്കട്ടോ. നീഡ് ഫോർ സോഫ്റ്റ്വെയർ ഇൻ ഹയർ എഡ്യൂക്കേഷൻ. ഹയർ എഡ്യൂക്കേഷൻ സോഫ്റ്റ്വെയറുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ചോദിക്കും, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു 6 പോയിൻറ്റുകൾ നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. 6 പോയിൻറ്റുകൾ ഇതേപോലെ തന്നെ ടെക്സ്റ്റിൽ പറഞ്ഞതാണ്, നിങ്ങൾ പഠിച്ചു വെക്കുക. ബ്രിഡ്ജിങ് ദി തിയറി, ഓരോ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഒന്നാമത്തെ പോയിന്റ്, ബ്രിഡ്ജിങ് ദി തിയറി പ്രാക്ടിക്കൽ ഗ്യാപ്പ്, അല്ലേ? സോഫ്റ്റ്വെയറിൻ്റെ ഹയർ എഡ്യൂക്കേഷനിൽ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറിൻ്റെ ഒരു പ്രത്യേകതയാണ് ബ്രിഡ്ജിങ് ദി തിയറി പ്രാക്ടിക്കൽ ഗ്യാപ്പ്, അല്ലേ? തിയറി പ്രാക്ടിക്കൽ ഗ്യാപ്പുകളൊക്കെ അതിനൊരു ബ്രിഡ്ജ് വെച്ചു എന്നുള്ളതാണ്, അത് കുറച്ചു എന്നുള്ളതാണ്, ഒരു പാലം പണിതു, അല്ലേ? എന്താണ്, ട്രഡീഷണൽ മെത്തേഡ് മാത്രമാകുമ്പോൾ തിയറി അല്ലെങ്കിൽ നമുക്ക് പുസ്തകം നോക്കി വായിക്കൽ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇത് സോഫ്റ്റ്വെയർസിലോട്ട് വന്നപ്പോൾ ഒരുപാട് മെച്ചങ്ങളുണ്ടായി. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു പൈലറ്റ് വിമാനം ഓടിക്കണമെങ്കിൽ വിമാനം ഓടിച്ച് എങ്ങനെ പഠിക്കുക? ആദ്യം തന്നെ വിമാനത്തിൽ നേരെ ഇരുന്ന് നമ്മൾ കാറൊക്കെ ഓടിക്കുന്ന പോലെ അങ്ങനെ ഓടിക്കണമല്ല. അപ്പോൾ അവർക്ക് അതിൻ്റെ തിയറി ഉണ്ടാവും. തിയറിയോടൊപ്പം അതിൻ്റെ സിമുലേഷൻ സോഫ്റ്റ്വെയറിൽ ആദ്യം കമ്പ്യൂട്ടറൊക്കെ ഉപയോഗിച്ചിട്ടുള്ള കാര്യങ്ങൾ പഠിക്കും. അങ്ങനെ പിന്നെ ചെറിയൊരു നമ്മൾ ഗെയിം കളിക്കുന്ന പോലുള്ള അങ്ങനത്തെ ഒരു സിമുലേഷൻ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാവും, അതിലൊക്കെ ചെയ്യും. അങ്ങനെയാണ് ചെയ്യുക. അതേപോലെ തന്നെ ഡോക്ടേഴ്സൊക്കെ അതേപോലെ സോഫ്റ്റ്വെയർസിൽ ആദ്യം ചെയ്യും. പിന്നെ അത് പ്രാക്ടിക്കലാക്കിയിട്ട് റിയൽ ഇപ്പോൾ ഒരു മുറിയൊക്കെ തുന്നുകയാണെങ്കിൽ ആദ്യം അവർ നേരെ മനുഷ്യന്മാരുടെ മുഖത്താണ് തുന്നുക, അല്ല ആദ്യം ഒരു പേപ്പർ ഉപയോഗിച്ചിട്ടോ മറ്റോ അല്ലെങ്കിൽ സ്പോഞ്ചിലൊക്കെ തുന്നിയിട്ട് പിന്നെയാണ് വരിക. അതേപോലെ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ പ്രാക്ടിക്കലായിട്ട് നമുക്ക് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും, ഡെമോൺസ്ട്രേഷൻ ചെയ്യാൻ പറ്റും. അതാണ് ബ്രിഡ്ജിങ് തിയറി പ്രാക്ടിക്കൽ ഗ്യാപ്പ് എന്ന് പറയുന്നത്. അത് കുറച്ചു, അല്ലേ? അപ്പോൾ റിയൽ വേൾഡ് എക്സ്പീരിയൻസ് നമുക്ക് കിട്ടും. മനസ്സിലായല്ലോ? അപ്പോൾ പിന്നെ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത, ബ്രിഡ്ജിങ് ദി തിയറി പ്രാക്ടിക്കൽ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ. ഡെമോക്രാറ്റൈസിങ് റിസർച്ച് ക്യാപ്പബിലിറ്റീസ്, അല്ലെ? റിസർച്ച് ക്യാപ്പബിലിറ്റീസിനെ ജനാധിപത്യവൽക്കരിച്ചു എന്നുള്ളതാണ്. അപ്പോൾ സോഫ്റ്റ്വെയർസ് വന്നതോടുകൂടി ഒരുപാട് ആളുകൾക്ക് സെർച്ച് ചെയ്ത് കണ്ടെത്താൻ പറ്റി. അപ്പോൾ നമ്മൾ തന്നെ, ഞാൻ തന്നെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പല ആളുകൾക്ക് അത് കാണാൻ പറ്റി. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റി. ഒപ്പം എന്തായിരുന്നു, പ്രീവിയസ്ലി കോംപ്ലക്സ് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് വാസ് ഓൺലി പോസിബിൾ ഇൻ എ സ്പെഷ്യൽ ലാബ് വിത്ത് എക്സ്പെർട്ട് മാത്തമാറ്റീഷ്യൻസ്. പണ്ടൊക്കെ എന്തായിരുന്നു, പ്രധാനപ്പെട്ട എക്സ്പെരിമെൻ്റൊക്കെ നമുക്ക് ചെയ്യാൻ വേണമെങ്കിൽ ആളുകളുടെ സഹായം വേണം. അപ്പോൾ നമ്മൾ ആ ലാബിൽ പോകേണ്ടി വരും. അങ്ങനത്തെ ഒരുപാട് പ്രയാസങ്ങളുണ്ട്. ഇതിപ്പോൾ നമുക്ക് അതിനൊക്കെ സോഫ്റ്റ്വെയർസ് ഉണ്ട്. മനസ്സിലായല്ലോ? സോഫ്റ്റ്വെയർസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അനാലിസിസ് നടത്താം. ഇതേപോലെ ഗ്രാഫുകൾ വരയ്ക്കാനും നമുക്ക് തന്നെ കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ കിട്ടുന്ന രീതിയിലേക്ക് ഒരു എക്സ്പേർട്ട് ആളുടെ സഹായമില്ലാതെ സോഫ്റ്റ്വെയർ എക്സ്പേർട്ടായിട്ട് മാറിയിട്ടുണ്ട്. മനസ്സിലായല്ലോ? അതാണ് ഇതിൻ്റെ പ്രത്യേകത. മൂന്നാമത്തെ, കൾട്ടിവേറ്റിംഗ് കൊളാബറേഷൻ ആണ് കമ്മ്യൂണിക്കേഷൻ, അല്ലേ? കൊളാബറേറ്റീവ് ലേണിംഗ് ആണ്. എങ്ങനെ? അപ്പോൾ നമുക്ക് ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനൊക്കെ ഒന്നിച്ച് വർക്ക് ടുഗദർ എന്നുള്ള രീതിയിൽ എവിടെ നിന്നും നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റുന്ന സഹായം ഉണ്ടായി. ഇപ്പോൾ നിങ്ങളൊക്കെ ഈ ക്ലാസ്സുകൾ കേൾക്കുന്നത് നിങ്ങളുടെ വീട്ടിലോ മറ്റൊന്നായിരിക്കും. ഞാൻ ക്ലാസ് എടുക്കുന്നത് എൻ്റെ റൂമിൽ വെച്ചിട്ടായിരിക്കും, സ്റ്റുഡിയോയിൽ വെച്ചിട്ടായിരിക്കും. അപ്പം അതാണ് കൊളാബറേറ്റീവ് ലേണിംഗ്. നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ്സിൻ്റെ ആവശ്യം ഇല്ലാത്ത രീതിയിലേക്ക് മാറി. അപ്പോൾ ഇതൊക്കെ സോഫ്റ്റ്വെയർ വന്നതോടുകൂടി ഒരുപാട് കാര്യങ്ങൾ ഈ റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ടിട്ടും വന്നിട്ടുണ്ട്, അല്ലേ? അതേപോലെ ക്ലൗഡ് ഷെയറിങ്, ക്ലൗഡ് സ്റ്റോറേജ് മേക്സ് ഈസി. അപ്പോൾ അതായത് നമ്മുടെ ഡാറ്റയൊക്കെ ക്ലൗഡിലാണ് സ്റ്റോർ ചെയ്യുന്നത്. ക്ലൗഡിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻ്റർനെറ്റ് വെച്ചിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു
ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ സ്റ്റോറേജ് നമ്മൾ WWW എന്ന് പറഞ്ഞ പോലെ മറ്റൊരു സംവിധാനമാണ് ക്ലൗഡ് എന്നുള്ളത്. മനസ്സിലായല്ലോ? അപ്പോൾ അതിൽ സ്റ്റോർ ചെയ്യുക. അപ്പോൾ നമ്മൾ ഗൂഗിൾ ഡ്രൈവിലോ അല്ലെങ്കിൽ നമ്മുടെ മറ്റുള്ള സംവിധാനത്തിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ആക്സസ് കിട്ടും. ഇപ്പോൾ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ കിട്ടും. അപ്പോൾ അങ്ങനെ ഈസി ആയിട്ട് ഷെയർ ചെയ്യാനും നിങ്ങൾക്ക് സെർച്ച് ചെയ്യാനൊക്കെ പറ്റും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. നാലാമത്തത് റെവല്യൂഷനൈസിങ് നോളേജ് മാനേജ്മെൻറ്റ്. മനസ്സിലായല്ലോ എന്താണ്? നോളേജ് മാനേജ്മെൻറ്റ് വളരെ പെട്ടെന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പോൾ ഇൻഫർമേഷൻസ് ഹാൻഡിൽ ചെയ്യുക, ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യുക, പിന്നെ അത് നമുക്ക് സോർട്ട് ചെയ്യുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സെർച്ച് ചെയ്യുക, സൈറ്റേഷൻ നടത്തുക, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചു എന്നുള്ളതാണ് ഈ സോഫ്റ്റ്വെയർ പ്രത്യേകത. മറ്റുള്ളത് പണ്ടെന്തായിരുന്നു, നമ്മൾ ഓരോ പേപ്പേഴ്സ് എടുത്ത് അതിൻ്റെ ഡീറ്റെയിൽസ് എഴുതി അത് അലൈൻ ചെയ്ത് അങ്ങനെ കുറേ കാര്യങ്ങൾ, കുറേ പ്രയാസങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ സോഫ്റ്റ്വെയർസിൽ മാറിയപ്പോൾ 2-3 ദിവസങ്ങൾ കൊണ്ട് ചെയ്യുന്നത് വളരെ സെക്കൻഡുകൾ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് മാറി. ഓക്കെ ആയാലോ? അഞ്ചാമത് സേഫ് ഗാർഡിങ് അക്കാഡമിക് ഇൻറ്റഗ്രിറ്റി. ഇതിൽ നിന്നൊരു ചോദ്യം പ്രതീക്ഷിക്കാം അക്കാഡമിക് ഇൻറ്റഗ്രിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അതായത് നമ്മുടെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളായിരിക്കണം നമ്മുടെ റിസർച്ചിൽ ചെയ്യേണ്ടത്. കട്ടെടുത്തിട്ടോ മറ്റോ കോപ്പി ചെയ്തിട്ടോ മറ്റോ ചെയ്യാൻ പാടില്ല. അതാണ് അക്കാഡമിക് ഇൻറ്റഗ്രിറ്റി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പറയാനുള്ള കാരണം. അപ്പോൾ നമ്മുടെ ഗവേഷണങ്ങളും മറ്റൊക്കെ നമ്മുടെ സ്വയം കാര്യങ്ങളായിരിക്കണം, ഒറിജിനൽ ആയിരിക്കണം, മറ്റുള്ളവരത് കോപ്പി അടിച്ചിട്ടോ മറ്റോ ചെയ്യുന്നതാവരുത്. അപ്പോൾ അത് ചെക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർസ് പ്രധാനപ്പെട്ട ഒന്നാണ് ടേണിറ്റിൻ. വേറെയുണ്ട്, പിന്നെ ഐഡൻറ്റിക്കേറ്റ് എന്നുള്ള സോഫ്റ്റ്വെയർസ് വരുന്നുണ്ട്. നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പോൾ പ്ലാഗരിസം, അതായത് വേറെയുള്ള ആളുകളുടെ കണ്ടൻറ്റുകൾ നമ്മൾ കോപ്പി ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യുന്ന ഒരു സംവിധാനം പ്ലാഗരിസം ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് പറയുക. അപ്പോൾ കോപ്പിയുടെ കണ്ടൻറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ പ്ലാഗരിസം സോഫ്റ്റ്വെയർ എന്തിനു ഹെൽപ്പ് ചെയ്യുക? ഇത് പിന്നെ കോപ്പിയുടെ കണ്ടൻറ്റിനെ കണ്ടെത്താനും അത് എത്രമാത്രം കോപ്പി ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയിക്കാനും പറ്റും. അത് അറിയിക്കുമ്പോൾ സ്റ്റുഡൻസിന് നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. അപ്പോൾ നമുക്ക് തുടർന്ന് അങ്ങോട്ട് നമ്മുടെ റിസർച്ചിലൊക്കെ പിന്നെ അത് മിസ്റ്റേക്ക് ഇല്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സഹായിക്കും. ഇതാണ് അക്കാഡമിക് ഇൻറ്റഗ്രിറ്റി. അപ്പോൾ ഇതൊക്കെയാണ് അക്കാഡമിക് സോഫ്റ്റ്വെയർസിൻ്റെ പ്രത്യേകത. ഓക്കെ ആയല്ലോ? ആറാമത്തത് ഫോസ്റ്ററിങ് ക്രിട്ടിക്കൽ തിങ്കിങ് ആൻഡ് പ്രോബ്ലം സോൾവിങ്. അപ്പോൾ നമുക്ക് ക്രിട്ടിക്കൽ തിങ്കിങ്ങിന് പ്രോബ്ലം സോൾവിങ്ങിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സഹായിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് സോഫ്റ്റ്വെയർസ് അവൈലബിൾ ആണ്. മനസ്സിലായല്ലോ? ഇപ്പോൾ സിമുലേഷൻ സോഫ്റ്റ്വെയർസ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് ഒരു അനാലിസിസ് നടത്തണം. ഇപ്പോൾ ഇന്ത്യയുടെ ജനസംഖ്യയുമായിട്ട് ബന്ധപ്പെട്ടൊരു ഗ്രാഫ് നമുക്ക് വരക്കണം. അപ്പോൾ നമുക്കത് അനാലിസിസ് നടത്തി ഒരു ഗ്രാഫായിട്ട് നമുക്ക് കിട്ടും. മറ്റേ നമ്മൾ വരക്കേണ്ടി വന്നിരുന്നു മുമ്പ് അല്ലേ? ഇപ്പോൾ നമുക്ക് വരയ്ക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഗ്രാഫായിട്ട് നമുക്ക് സോഫ്റ്റ്വെയർസ് ഉപയോഗിച്ച് കിട്ടും. അതേപോലെ മെഡിക്കൽ സ്റ്റുഡൻസിന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമുക്ക് എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിനൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സോഫ്റ്റ്വെയർസ് അവൈലബിൾ ആണ്. അപ്പോൾ അതിലിങ്ങനെ കാണാൻ പറ്റും, ഓരോ കാര്യങ്ങൾ സിമുലേറ്റ് ചെയ്തിട്ട് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് കറക്റ്റ് എക്സ്പെൻസ് ഒന്നും ഇല്ലാതെ തന്നെ ഈ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ അല്ലോ? അതേപോലെ ഇൻട്രാക്റ്റീവ് ലേണിംഗ് ആക്ടിവിറ്റീസ്, ഇപ്പോൾ ജസ്റ്റ് ഒരു കഹൂത്ത് ഒരു എക്സാമ്പിളാണ്. അതേപോലെ ക്വിസുകൾ നടത്താൻ വേണ്ടി ക്വിസസ് പോലെയുള്ള എക്സാമ്പിൾസൊക്കെ ബുക്കിൽ പറഞ്ഞിട്ടില്ല, പക്ഷേ ഇങ്ങനെയുള്ള ഒരുപാട് ടൂളുകളുണ്ട്. ഇതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇതൊക്കെയാണ് ഈ സോഫ്റ്റ്വെയർസിൻ്റെ പ്രത്യേകത. മനസ്സിലായല്ലോ? ഇതിലൂടെ പ്രോബ്ലം സോൾവിങ് അതേപോലെ തന്നെ ക്രിട്ടിക്കൽ തിങ്കിങ് കാര്യങ്ങളൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഒന്ന് പ്രധാനപ്പെട്ടൊരു കാര്യം, സോഫ്റ്റ്വെയർ യൂസ്ഡ് ഇൻ ഹയർ എഡ്യൂക്കേഷനിലാണ്. ഈ 3 കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കട്ടോ. ഹയർ എഡ്യൂക്കേഷനിൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട 3 സോഫ്റ്റ്വെയർസുകൾ, പ്രധാനപ്പെട്ട 3 ടൈപ്പുകൾ: സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് സോഫ്റ്റ്വെയർസ്, റെഫറൻസ് മാനേജ്മെൻറ്റ്, പ്ലാഗരിസം ചെക്കിങ്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. നമുക്ക് പറയാം, ഓരോന്നായിട്ട് നമ്മുടെ ടാബിൾ കൊടുത്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ആർ ദി ബെനിഫിറ്റ്സ് ഓഫ് യൂസിങ് റെഫറൻസ് മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ ലൈക്ക് മെൻ്റലി? അപ്പോൾ മെൻ്റലി ഒരു എക്സാമ്പിളാണ് അല്ലേ? മെൻ്റലി ഒരു എക്സാമ്പിളാണ്. ഇതാണ് ക്വസ്റ്റ്യൻ. ഇതിനു മുമ്പ് ഞാനതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൻ്റെ ക്വസ്റ്റ്യനോട്ട് പോകാം. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? അനാലിസിസ് നടത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഗ്രാഫുകളും ഡയഗ്രാംസൊക്കെ വരയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന, പ്രത്യേകിച്ച് എന്താണ് സയൻസ് ആൻഡ് ഹ്യൂമാനിറ്റീസ് മേഖലയിലേക്ക് ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർസാണ് അല്ലേ? SPSS നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേപോലെ SAS, R, ഈ 3 എക്സാമ്പിൾ നിങ്ങൾ പഠിച്ചു കേട്ടോ. ഇതൊക്കെ ഓരോ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് സോഫ്റ്റ്വെയർസാണ്, ടൂളുകളാണ്. ഇതിലെന്താ ചെയ്യുക? നമുക്കൊരുപാട് ഡിസിഷൻസ് എടുക്കാനും ഗ്രാഫുകൾ വരയ്ക്കാനും അനാലിസിസ് നടത്താനും ഡയഗ്രാംസ് വരയ്ക്കാനൊക്കെയാണ് സഹായിക്കുക. മനസ്സിലായല്ലോ? അപ്പോൾ അത് ഓക്കെ. രണ്ടാമത് റെഫറൻസ് മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർസ്.
ഇതെന്തിനാണ്? ഓർഗനൈസസ് സ്റ്റോഴ്സ് ആൻഡ് സൈറ്റ്സ് റിസർച്ച് മെറ്റീരിയൽസ്. അപ്പോൾ നമ്മളൊരു ലേഖനങ്ങളൊക്കെ എഴുതുമ്പോൾ അത് കൃത്യമായിട്ട് വളരെ ഓർഡറിൽ രേഖപ്പെടുത്താനും അത് ആരൊക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്, എവിടേക്കാണത്, ആ രീതിയിൽ സൈറ്റ് ചെയ്യാനൊക്കെയാണ് റഫറൻസ് മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർസ് ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾ മെൻ്റലി, സോട്ടറോ, എൻഡ്രോയിഡ്. ഈ മെൻ്റലി പ്രധാനപ്പെട്ടതാണ്, എല്ലാവരും ഒരുപാട് ആളുകൾ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർസാണ് മെൻ്റലി. ഞാനത് കാണിച്ചു തരാം. പിന്നെ മെൻ്റലി നോക്കാം. ഞാൻ മെൻ്റലി ഒന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതാണ് മെൻ്റലി എന്നുള്ള സോഫ്റ്റ്വെയർസ് ആൻഡ് പ്ലാറ്റ്ഫോം. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്ക് വായിക്കാൻ പറ്റുന്ന ലേഖനങ്ങളൊക്കെ നമുക്ക് ഇതേപോലെ ലിസ്റ്റ് ചെയ്യുക. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് വായിക്കാൻ വേണ്ടി പറ്റും. മനസ്സിലായല്ലോ? ഇത് വായിക്കാനും ഇതിൽ ഹൈലൈറ്റ് ചെയ്ത് വെക്കാനും നോട്ട് എഴുതി വെക്കാനൊക്കെ സഹായിക്കും. ഇതിൽ പിന്നെ ഇത് പിന്നെ വേർഡുമായിട്ട് മറ്റും കണക്ട് ചെയ്തിട്ട് നമുക്ക് കൃത്യമായിട്ട് ലേഖനങ്ങളൊക്കെ ആ ഒരു ഓർഡറിൽ കീപ്പ് ചെയ്യാനും ഒക്കെ സഹായിക്കും. ഇപ്പോൾ ഇതിൽ തന്നെ ഈ ഒരു ആർട്ടിക്കിൾ നിങ്ങൾ നോക്കുക, ഇതിൽ സൈറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ ഇവിടെ നോക്കൂ, 22, 35, 38 ഈ ഒരു പേപ്പേഴ്സ്, അതായത് ഈ ഒരു ഭാഗം, ഈ ഒരു സെലക്ട് ചെയ്തിട്ടുള്ള ഭാഗം പറഞ്ഞിട്ടുള്ളത് എവിടെയെന്നുള്ളത് മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ അവിടെ ക്ലിക്ക് ചെയ്തപ്പോൾ നേരെ ഇങ്ങോട്ട് വന്നു. അപ്പോൾ ഇതേ രീതിയിൽ കൃത്യമായ ഓർഡറിൽ റെഫറൻസസ് ഈ രീതിയിൽ കൃത്യമായിട്ട് ഓർഡറിൽ ചെയ്യാനും മറ്റും മെൻ്റലി സഹായിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വേർഡിലൊക്കെ മെൻ്റലി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ഓർഡറിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല. ഓക്കെ, അതാണ് മെൻ്റലിയുടെ പ്രത്യേകത. ഇതേപോലെ തന്നെയാണ് ബാക്കിയുള്ള റെഫറൻസ് മാനേജ്മെൻറ്റ് സിസ്റ്റംസൊക്കെ. അപ്പോൾ അതിൻ്റെ ആ ഒരു ഐഡിയ നിങ്ങൾ മനസ്സിലാക്കുക. സൈറ്റ് ചെയ്യാനും അതേപോലെ തന്നെ അത് മാനേജ് ചെയ്യാനൊക്കെയാണ് ഉപയോഗിക്കുന്നത്. പ്ലാഗരിസം ചെക്കിംഗ് സോഫ്റ്റ്വെയർ എന്തായിരുന്നു? കോപ്പിയുടെ കണ്ടൻറ്റുകളും മറ്റൊക്കെ ചെക്ക് ചെയ്യാനും അത് കണ്ടെത്താനൊക്കെ സഹായിക്കുന്നു. പ്രധാനപ്പെട്ട ഒന്ന് ടേണിറ്റിൻ, മറ്റൊന്ന് ഓർക്കുണ്ടിൻ്റെ ഇപ്പോഴത്തെ പേര് ഒറിജിനൽ എന്നുള്ളതാണ് ഇപ്പോൾ പറയാം കേട്ടോ. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഓർക്കുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഐഡൻറ്റിക്കേറ്റ് പല പ്ലാറ്റ്ഫോമുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ പർപ്പസ് ഒന്ന് തന്നെയാണ്. എന്താണ്? പ്ലാഗരിസം ചെക്ക് ചെയ്യുക, ഒറിജിനൽ അല്ലാത്ത അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലത്തു നിന്ന് കോപ്പി ചെയ്തിട്ടുള്ള കണ്ടൻറ്റുകൾ കണ്ടെത്തുക എന്നുള്ളതാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യനിലോട്ട് പോകാം. വാട്ട് ആർ ദി ബെനിഫിറ്റ്സ് ഓഫ് യൂസിങ് റെഫറൻസ് മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർസ് ലൈക്ക് മെൻ്റലി? അപ്പോൾ നിങ്ങൾക്ക് എന്ത് എഴുതാൻ പറ്റും? അതിൻ്റെ ബെനിഫിറ്റുകൾ എഴുതാൻ പറ്റും. സേവ് ടൈം, അല്ലേ? ടൈം സേവ് ചെയ്യും. അപ്പോൾ നമ്മൾ പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഫോർമാറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലേ, ഇതേപോലെ ഒരു ആർട്ടിക്കിൾ എടുത്തു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ കൃത്യമായിട്ട് ഇതൊക്കെ വളരെ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഇതേപോലെ വളരെ ഭംഗിയിൽ അറേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. മനസ്സിലായല്ലോ? അതാണ് ഒരു പ്രത്യേകത. പിന്നെ കീപ്പ് റെഫറൻസസ് ഓർഗനൈസ്ഡ് കണ്ടോ. ഓരോ റെഫറൻസുകൾ താഴെ ഓരോ കറക്റ്റ് അറേഞ്ചിൽ വന്ന് കണ്ടില്ലേ, അങ്ങനെ ഓർഗനൈസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. മെയിൻറ്റെയിൻ കൺസിസ്റ്റൻസി, എൻഷുവേഴ്സ് ആൾ റെഫറൻസസ് ഫോളോ ദ കറക്റ്റ് സൈറ്റേഷൻ. അപ്പോൾ കറക്റ്റ് ഒരേ ഫോർമാറ്റിൽ ചെയ്യാൻ പറ്റും. അതേപോലെ വിട്ടുപോലെ നമ്മൾ റെഫർ ചെയ്തിട്ടില്ല അത് ഓട്ടോമാറ്റിക്കലി ഇവിടെ വന്നോളും. നമ്മൾ പുതിയത് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വന്നോളും, പഴയത് ഡിലീറ്റ് ചെയ്തിട്ട് അത് പോവും. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് നടക്കും. മനസ്സിലായല്ലോ? സപ്പോർട്ട് കൊളാബറേഷൻ, അതായത് പല ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കൊളാബറേറ്റ് ചെയ്തിട്ട് പല സോഫ്റ്റ്വെയർസുമായിട്ട് ലിങ്ക് ചെയ്തിട്ടൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. മനസ്സിലായല്ലോ? വേർഡിലും മറ്റും ഓൺലൈൻ സോഫ്റ്റ്വെയർസിലൊക്കെ ഇത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതാണ് മെൻ്റലി അല്ലെങ്കിൽ മെൻ്റലി പോലെയുള്ള റെഫറൻസ് മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർസിൻ്റെ പ്രത്യേകത. ഓക്കെ ആയല്ലോ? അപ്പോൾ ഞങ്ങൾ ഇതേപോലെ സൈറ്റ് ചെയ്തിട്ട് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ആർട്ടിക്കിളിൽ നിന്ന് ഞാൻ എടുത്തതാണ്. ഇതേപോലെ ഓരോ നമ്പർ വെച്ചിട്ട് ഇങ്ങനെ കൃത്യമായിട്ട് അലൈൻ ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതാണ് മെൻ്റലിയുടെ അല്ലെങ്കിൽ ഇതേപോലുള്ള റെഫറൻസ് മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർസിൻ്റെ പ്രത്യേകത. ഓക്കെ ആയല്ലോ? ഇനി പ്രധാനപ്പെട്ടൊരു ഭാഗം നമ്മൾ പറഞ്ഞു പ്ലാഗരിസം. ഇതിൽ നിന്ന് ചോദ്യം ഉറപ്പായിട്ടുണ്ടാവും കേട്ടോ. പ്ലാഗരിസം. അപ്പോൾ പ്ലാഗരിസം എന്താണ്? ഇത് മറ്റുള്ള ആളുകളുടെ വാക്കുകളൊക്കെ നമ്മൾ കടെടുക്കുക, ഐഡിയകളും വർക്കുകളൊക്കെ നമ്മൾ കടെടുക്കുക വിത്തൗട്ട് ഗിവിങ് പ്രോപ്പർ ക്രെഡിറ്റ്. അപ്പോൾ നമ്മൾ അവരുടെ കാര്യങ്ങൾ മെൻഷൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ പേപ്പറിൽ അവരുടെ പേരോ മറ്റോ കൊടുക്കണം. ഇപ്പോൾ ഞാൻ ഈ എക്സാമ്പിൾ ഈ ഒരു ഇമേജ് എടുത്തില്ലേ, ഈ ഒരു ഇമേജ് എടുത്തത് എവിടുന്നാണ് ഞാൻ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. meditextpert.com അല്ലേ, ഇതിൽ നിന്നാണ് ഞാൻ ഒരു ഇമേജ് എടുത്തിട്ട്. അപ്പോൾ ഇവർക്കൊരു ക്രെഡിറ്റാണ്. അപ്പോൾ കാരണം ഇവരുടെ ഇമേജ് ആകുമ്പോൾ നമ്മൾ ക്രെഡിറ്റ് കൊടുക്കാതെ ഉപയോഗിക്കാൻ പാടില്ല. മനസ്സിലായല്ലോ? അതേപോലെ നമ്മൾ എവിടെ നമ്മുടെ കണ്ടൻറ്റുകളോ ചിത്രങ്ങളോ എന്താവട്ടെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അവർക്കൊരു ക്രെഡിറ്റ്, അവരുടെ പേരോ മറ്റോ നമ്മൾ മെൻഷൻ ചെയ്യണം. മനസ്സിലായല്ലോ? അതാണ് അക്കാഡമിക് ഇൻറ്റഗ്രിറ്റി. അപ്പോൾ അത് മെൻഷൻ ചെയ്യാതിരിക്കുമ്പോൾ കോപ്പി ചെയ്യുമ്പോൾ അതിന് പറയുന്ന പേരാണെന്ത്? പ്ലാഗരിസം എന്ന് പറയുക. ഓക്കെ ആയല്ലോ? ഇതുപോലെ നമ്മൾ ഫ്രണ്ട്സിൻ്റെ മറ്റൊക്കെ ഹോംവർക്ക് കോപ്പി ചെയ്യൂലേ, അതാണ് ശരിക്കും പ്ലാഗരിസം. ഓക്കെ, അപ്പോൾ അങ്ങനെ കട്ടെടുക്കാൻ പാടില്ല. അപ്പോൾ നമ്മളങ്ങനെ നമ്മുടെ ലേഖനത്തിൽ ഏതെങ്കിലും ആളുടെ ചിത്രങ്ങളോ അല്ലെ സെൻറ്റൻസോ പാരഗ്രാഫോ മൊത്തത്തിലൊക്കെ എടുക്കുകയാണെങ്കിൽ
അത് മെൻഷൻ ചെയ്യണം. ഞാൻ ഇന്ന ഭാഗത്ത് നിന്ന് ഇന്ന ലേഖനത്തിൽ നിന്ന് എടുത്തതാണെന്നുള്ളത് നമ്മൾ മെൻഷൻ ചെയ്യണം. അപ്പോൾ അത് അദ്ദേഹത്തിനൊക്കെ ഒരു ക്രെഡിറ്റ് കൊടുക്കലാണ്. മനസ്സിലായല്ലോ? ഓക്കെ. ഈ ടൈപ്പ് ഓഫ് പ്ലാഗറിസം, പ്ലാഗറിസത്തെ കുറിച്ച് 2 മാർക്കിന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇത് എഴുതിയാൽ മതി. ഇനി അതല്ല 5 അല്ലെങ്കിൽ 4 10 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ ടൈപ്സ് ഓഫ് പ്ലാഗറിസം എഴുതണം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ 5 ടൈപ്പ് പ്ലാഗറിസം ഇവിടെ പറയുന്നത്: ഡയറക്റ്റ്, മൊസൈക്ക്, ആക്സിഡൻ്റൽ, സെൽഫ്, പാരാഫ്രൈസിങ്. ഇത് 5ഉം നിങ്ങൾ പഠിച്ചു വെക്കുക അല്ലേ. ഇപ്പോൾ പ്ലാഗറിസം ചെക്കിങ് ടൂൾ വെച്ചിട്ട് ഇപ്പോൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെയാണ് വരിക. എക്സാമ്പിൾ പറയാം, ഇത് എൻ്റെ കണ്ടൻറ്റാണെന്ന് വിചാരിക്കുക. ഞാൻ എഴുതിയ ലേഖനമാണ്. അപ്പോൾ ഞാൻ എഴുതിയ ലേഖനം പ്ലാഗറിസം സോഫ്റ്റ്വെയർസിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഇതേപോലെ കാണിക്കും. ഈ റെഡ് കളറിൽ കണ്ടില്ലേ, ഇതൊക്കെ ഇത് വേറെ സ്ഥലത്ത് വേറെ ആരൊക്കെ ഉപയോഗിച്ച വാക്കുകളാണ്. അപ്പോൾ ഇത് എനിക്ക് അതേപോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ അത് ഞാൻ റീഫ്രഷ് ചെയ്തിട്ട് വാക്കുകൾ മാറ്റിയിട്ട് ഉപയോഗിക്കണം. ഒപ്പം അവരുടെ പേരോ ലേഖനങ്ങളുടെ ഡീറ്റെയിൽസൊക്കെ മെൻഷൻ ചെയ്യുമാണ്, സൈറ്റേഷൻ നടത്തണം. ഓക്കെ. അപ്പോൾ ഇവിടെ കാണിക്കും ഇന്ന സ്ഥലത്ത് ഇത് ഈ ഹെൽത്ത് കെയർ ഡിജിറ്റൽ എന്നുള്ള .comൽ 2% സിമിലാരിറ്റി എൻ്റെ ലേഖനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്, ഇന്ന സൈറ്റിൽ വന്നിട്ടുണ്ടെന്നൊക്കെ മെൻഷൻ ചെയ്ത് കളർ കൊടുത്ത് കാണിക്കും. ഇതാണ് ഈ പ്ലാഗറിസം ചെക്കിങ് സോഫ്റ്റ്വെയർസിൻ്റെ പ്രത്യേകത. അപ്പോൾ നമ്മൾ നമ്മുടെ ലേഖനം അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഡീറ്റെയിൽ ആയിട്ട് അവർ കാണിക്കും. മനസ്സിലായല്ലോ? ഇത് ഞാൻ പേപ്പർ പായിൽ നിന്ന് എടുത്താണ്. അതുകൊണ്ട് ഞാനിവിടെ അവരുടെ ഒരു പേര് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ടൈപ്സ് ഓഫ് പ്ലാഗറിസം 5 നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. ഡയറക്റ്റ് പ്ലാഗറിസം എന്തായിരുന്നു? ഡയറക്റ്റ് പ്ലാഗറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് നമ്മുടെ എക്സാക്റ്റായിട്ട് ആ കോപ്പി ചെയ്യാം അല്ലേ. ഇപ്പോൾ നമ്മുടെ ഒരു സെൻറ്റൻസ് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് അതേപോലെ തന്നെ നമ്മൾ കോപ്പി ചെയ്യുക, അവർക്ക് ക്രെഡിറ്റുകളൊന്നും കൊടുക്കാതെ. മാത്രമല്ല ക്രെഡിറ്റ് കൊടുക്കൽ മാത്രമല്ല, ഇത് ഞാൻ എഴുതിയതാന്നുള്ള രീതിയിൽ നമ്മൾ പറയും ചെയ്യാം. മനസ്സിലാണല്ലോ? കട്ടെടുത്തിട്ട് അതെന്താണെന്ന് പറയുന്ന പോലെ അതേ സാധനം. അതാണ് ഡയറക്റ്റ് പ്ലാഗറിസം. പിന്നെ മൊസൈക്കിൾ പ്ലാഗറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അപ്പോൾ നമ്മൾ പല സോഴ്സിൽ നിന്ന് നമ്മൾ എടുക്കുക. ഒരു സോഴ്സിൽ നിന്ന് മാത്രമല്ല, ഒരു പാരഗ്രാഫ് നമ്മൾ എഴുതുകയാണെങ്കിൽ നമ്മൾ പല സോഴ്സിൽ നിന്ന് നമ്മൾ എടുക്കുക, എന്നിട്ട് അത് കൂട്ടി യോജിപ്പിച്ചിട്ട് അതിൻ്റെയാണെന്ന് പറയാം. അവർക്ക് ക്രെഡിറ്റുകളൊന്നും കൊടുക്കുന്നില്ല. അതാണ് മൊസൈക്ക് പ്ലാഗറിസം അല്ലേ. പിന്നെ അല്ലെങ്കിൽ പല ചിത്രങ്ങൾ കൂട്ടി വെച്ചിട്ട് നമ്മൾ ചിത്രം ഉണ്ടാക്കുക, അത് കുഴപ്പമില്ല. പക്ഷേ അത് നമ്മൾ മെൻഷൻ ചെയ്യണം കൃത്യമായിട്ട്. അല്ലെങ്കിൽ നമ്മളൊരു ഒരു ലേഖനം എഴുതുമ്പോൾ ഓരോ പാരഗ്രാഫും ഓരോ സ്ഥലത്തും നമ്മൾ കോപ്പി ചെയ്യുക. ആക്സിഡൻ്റൽ പ്ലാഗറിസം എന്ന് പറയുമ്പോൾ നമ്മൾ അറിയാതെ സംഭവിക്കുന്നതാണ്. അല്ലെങ്കിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്, പക്ഷെ നമ്മൾ ക്രെഡിറ്റ് കൊടുക്കാൻ വിട്ടുപോയി. ബൈ മിസ്റ്റേക്കിൽ നമ്മൾ അവർക്ക് ക്രെഡിറ്റ് കൊടുത്തില്ല. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. സെൽഫ് പ്ലാഗറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വേറെ ലേഖനങ്ങളുണ്ടാവും അല്ലേ. നമ്മൾ മുമ്പ് നമ്മൾ മുമ്പ് എഴുതിയിരുന്ന ലേഖനങ്ങളുണ്ടാവും. ആ ലേഖനം നമ്മൾ തന്നെയാണ്, പക്ഷേ നമ്മൾ പുതിയ ലേഖനത്തിൽ അതന്നെ വീണ്ടും എടുത്ത് എഴുതുമ്പോൾ അതിനെ വീണ്ടും നമ്മൾ കോപ്പി ചെയ്യാൻ പാടില്ല. കോപ്പി ചെയ്യാൻ നമ്മൾ മെൻഷൻ ചെയ്യണം, അതിൻ്റെ പഴയ ലേഖനത്തിലുള്ളതാണ് മെൻഷൻ ചെയ്യണം. മനസ്സിലായല്ലോ? സെൽഫ് ഗോൾ അടിക്കുന്നത് പറഞ്ഞ പോലെ തന്നെ എൻ്റെ പഴയ ലേഖനത്തിൽ നിന്ന് ഞാൻ പുതിയ ലേഖനത്തിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് മെൻഷൻ ചെയ്യണം. ഓക്കെ. സൈറ്റേഷൻ നടത്തണം. പിന്നെ പാരാഫ്രൈസിങ് പ്ലാഗറിസം, അതായത് ഞാൻ ഒരു പാരഗ്രാഫ് എഴുതി വേറൊരു ആളത് കോപ്പി എടുത്തിട്ട് ഞാൻ ആ കോപ്പി ചെയ്തത് ഒന്ന് മായ്ച്ച് എഴുതുക. ഇതുപോലെ ജസ്റ്റ് എക്സാമ്പിൾ പറയാം. ജസ്റ്റ് ഒരു സെൻറ്റൻസ് ആട്ടോ. അപ്പോൾ ഇതൊരു വേറെ ലേഖനത്തിൽ നിന്ന് എടുത്തതാണെന്ന് വിചാരിക്കുക, ലേഖനം എ എന്ന് എടുത്തതാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ ബി എന്നുള്ള ലേഖനത്തിൽ ഇതെഴുതി. ഇത് സെയിം കണ്ടൻറ്റാണ്, സെയിം കണ്ടൻറ്റ്, ഐഡിയ സെയിം ആണ്. വാക്കുകളൊക്കെ മാറ്റി അല്ലേ. ഫാമിലി ഡോക്ടേഴ്സ് ഓർ പീഡിയാട്രീഷ്യൻസ് പ്ലേ എ ക്രൂഷ്യൽ റോൾ മാറ്റി. ഫാമിലി ഡോക്ടേഴ്സ് പീഡിയാട്രീഷ്യൻസ് ആർ എസെൻഷ്യൽ ഇൻ എഡ്യൂക്കേറ്റിംഗ് ചിൽഡ്രൻ ആൻഡ് ദെയർ ഫാമിലീസ് മാറ്റി അല്ലേ. ചെറിയ മാറ്റങ്ങൾ ഇവിടെ ഒരു മാറ്റം വരുത്തി. അങ്ങനെ ചെറിയ വാക്കുകൾ റീഫ്രൈസ് ചെയ്യാം. പാരാഫ്രൈസ് ചെയ്യുക എന്നുള്ള പറയാം. ആ പാരഗ്രാഫ് എടുത്തിട്ട് അതൊന്ന് പാരാഫ്രൈസ് ചെയ്തിട്ട് അതേ കൺസെപ്റ്റിനെ ഒന്ന് മാറ്റി എഴുതുക. അപ്പോൾ അതും പ്ലാഗറിസത്തിൽ വരാം. കൺസെപ്റ്റുകൾ സെയിം ആണല്ലോ. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? സൈറ്റേഷൻ നടത്തണം. ഇത് വേറെ ആളുടെ ലേഖനത്തിൽ നിന്ന് എടുത്തതാണ് എന്നുള്ളത് നമ്മൾ മെൻഷൻ ചെയ്യണം. ഓക്കെ. അതാണ് പാരാഫ്രൈസും പ്ലാഗറിസം. അപ്പോൾ ഈ 5 പ്ലാഗറിസം നിങ്ങൾ മനസ്സിലാക്കുക. 5 പഠിക്കാൻ പ്രയാസമുണ്ടെങ്കിൽ ഒരു 3 നിങ്ങൾ മനസ്സിലാക്കുക. അതിൻ്റെ ഡിഫറൻസ് നിങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെ. ക്വസ്റ്റ്യൻ നോക്കൂ. ഇവാലുവേറ്റ് ദി എഫക്റ്റീവ്നെസ് ഓഫ് പ്ലാഗറിസം ഡിറ്റക്ഷൻ ടൂൾസ് ഇൻ പ്രൊമോട്ടിംഗ് അക്കാഡമിക് ഇൻറ്റഗ്രിറ്റി. ക്വസ്റ്റ്യനാണ്. അപ്പോൾ അക്കാഡമിക് ഇൻറ്റഗ്രിറ്റി നമ്മൾ പറഞ്ഞു, നമ്മുടെ റിസർച്ചൊക്കെ വളരെ സത്യസന്ധമായിരിക്കണം, നമ്മുടേത് മാത്രമായിരിക്കണം, കോപ്പി ചെയ്യാൻ പാടില്ല, വ്യാജൻ ഉണ്ടാവാൻ പാടില്ല, പ്ലാഗറിസം പാടില്ല. അപ്പോൾ അതിനൊക്കെ പ്ലാഗറിസം ഡിറ്റക്ഷൻ ടൂളുകളുടെ സഹായം എങ്ങനെയാണ്, അതിൻ്റെ എഫക്റ്റീവ്നെസ് എങ്ങനെയാണെന്നുള്ള ചോദ്യം. അപ്പോൾ നമുക്ക് രണ്ട് പ്ലാഗറിസം ടൂളുകൾ വെച്ചിട്ട് എന്ത് ചെയ്യാം?
എക്സ്പ്ലെയിൻ ചെയ്യാം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ള ടേൺ ഇറ്റ് ഇൻ അല്ലെങ്കിൽ ഓർക്കുണ്ട് അല്ലേ, പിന്നെ ഒറിജിൻ, ഓർക്കുണ്ടിൻ്റെ പുതിയൊരു പേര് ഒറിജിൻ എന്നുള്ളതാണ് കേട്ടോ. എന്താവട്ടെ, അപ്പോൾ ഈ 2 എക്സാമ്പിൾ നിങ്ങൾ പഠിച്ച് വെക്കുക. ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. രണ്ടിലും സെയിം പർപ്പസ് തന്നെ നടക്കുന്നത്. സെയിം ഡാറ്റ അപ്ലോഡ് ചെയ്യുന്നു, ലേഖനങ്ങൾ അപ്ലോഡ് ചെയ്യുന്നു, അത് ഡൗൺലോഡ് ചെയ്യുന്നു. അതിൽ ഡീറ്റെയിൽസ് ഞാൻ നേരത്തെ കാണിച്ചു തന്ന പോലെ തന്നെ ഇതേപോലെയുള്ള കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്തിട്ട് എവിടേക്കാണ് കോപ്പി ചെയ്തിട്ടുള്ളത്, ഏതൊക്കെ സൈറ്റാണെന്നൊക്കെ കാണിക്കും. ഓക്കെ, ഓർക്കൊണ്ട് അതേപോലെ തന്നെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഏകദേശം എല്ലാത്തിലും ഒരേ പർപ്പസ് തന്നെ നടക്കുക. പേരുകൾ നിങ്ങൾ പഠിച്ചു വെക്കുക. മനസ്സിലായല്ലോ? അപ്പോൾ ഇത് ഓവറോൾ പറയുകയാണെങ്കിൽ കോപ്പി ചെയ്തിട്ടുള്ള വർക്കുകളൊക്കെ ഡിറ്റക്റ്റ് ചെയ്യും. പിന്നെ അതേപോലെ തന്നെ ഇതുണ്ടെങ്കിൽ ആരും കോപ്പി ചെയ്യൂല. മനസ്സിലായല്ലോ? അപ്പോൾ ഒരു ഗുഡ് ഹാബിറ്റ് വളർത്തും. അല്ലെങ്കിൽ എന്താവും, പല ആളുകളും കോപ്പി ചെയ്യൂല. അപ്പോൾ കോപ്പി ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ സോഫ്റ്റ്വെയർസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആരും കോപ്പി ചെയ്യൂല, അല്ലെങ്കിൽ അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു സൈറ്റേഷനും ക്രെഡിറ്റും കൊടുക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. പ്ലാഗരിസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൂട്ടത്തിൽ പറയാനുള്ള എജുമിയുടെ പ്ലാറ്റ്ഫോം നിങ്ങൾക്കറിയാം. എജുമി ഒരുപാട് കോഴ്സുകൾ, ഒരുപാട് ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. ഡിഗ്രി പല യൂണിവേഴ്സിറ്റിയുടെയും ക്ലാസ്സുകൾ കൊടുക്കുന്നത്. ശ്രീനാരായണഗുരു യൂണിവേഴ്സിറ്റി, ഇഗ്നോ യൂണിവേഴ്സിറ്റി, ഏകദേശം എല്ലാ സബ്ജക്റ്റിൻ്റെയും ക്ലാസ്സുകളുണ്ട്. സോഷ്യോളജി ആവട്ടെ, സൈക്കോളജി ആവട്ടെ, BCA ആവട്ടെ, ഇംഗ്ലീഷ് ആവട്ടെ, പിന്നെ അറബിക് ആവട്ടെ, അഫ്സലും ആവട്ടെ, അങ്ങനത്തെ ഹിസ്റ്ററി ആവട്ടെ, BCom ആവട്ടെ, പല കോഴ്സുകളും കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കോഴ്സുകൾ പർച്ചേസ് ചെയ്യാം, അതേപോലെ തന്നെ ക്ലാസ്സുകൾ കേൾക്കാം. അതിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ 9048 22075 ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതിയാവും. നിങ്ങൾക്ക് ക്ലാസ്സുകൾ കിട്ടും, ലൈവ് ക്ലാസ്സുകൾ, റെക്കോർഡ് ക്ലാസ്സുകൾ, മെൻറ്റർഷിപ്പ് ഉണ്ടാവും. അതേപോലെ തന്നെ കൃത്യമായി നിങ്ങൾക്ക് ഡൗട്ടുകൾ ചോദിക്കാം. ഒരു മെൻറ്റർ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ടുകൾ ചോദിച്ചാൽ കൃത്യമായിട്ട് മറുപടി കിട്ടും. അതേപോലെ തന്നെ ഷോർട്ട് നോട്ടുകൾ ഉണ്ടാവും. നമ്മുടെ സ്റ്റാഫ് തന്നെ പ്രിപ്പയർ ചെയ്തിട്ടുള്ള സിംപ്ലിഫൈഡ് നോട്ടുകൾ, ഷോർട്ട് നോട്ടുകൾ, ഇതൊക്കെ മലയാളത്തിലും ഉണ്ടാവും. നിങ്ങൾക്ക് മലയാളം ആവശ്യമുള്ളവർക്ക് മലയാളത്തിലുണ്ടാവും. ഇംഗ്ലീഷ് കഥകൾ മലയാളത്തിൽ നിന്നുള്ളതല്ല കേട്ടോ, ആവശ്യമുള്ള സ്ഥലത്തൊക്കെ മലയാളം കൊടുത്തിട്ടുള്ള സിംപ്ലിഫൈഡ് നോട്ടുകൾ ഉണ്ടാവും. ടഫായിട്ടുള്ള വാക്കുകളൊക്കെ നമ്മൾ ലഘൂകരിച്ച് വളരെ സിംപ്ലിഫൈ ചെയ്തിട്ടുള്ള വാക്കുകളും അങ്ങനത്തെ മെറ്റീരിയൽസാണ് ഉണ്ടാവുക. പ്രിൻറ്റഡ് വേണ്ടവർക്ക് പ്രിൻറ്റഡ് കിട്ടും, അല്ലെങ്കിൽ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആവും. PPT, ഇതേപോലെ PPTs നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആവും. അപ്പോൾ എന്തൊക്കെ മെറ്റീരിയൽസാണ് വേണ്ടത് അതൊക്കെ നമ്മുടെ എജുമിയുടെ ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ ക്ലാസ് ആവശ്യമുള്ളവർക്കൊക്കെ എജുമിയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം, ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാം. മെറ്റീരിയൽസാണ് എന്തുമാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഡിഗ്രി അല്ലാത്ത TTC, സ്പോക്കൺ ഇംഗ്ലീഷ്, അതേപോലെ തന്നെ UGC നെറ്റ്, ഇൻഡിവിജ്വൽ ട്യൂഷന്, ഇപ്പോൾ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് മാത്രം പ്രയാസമാണ്, ഡിഗ്രി ആവട്ടെ, +2 ആവട്ടെ, SLC ആവട്ടെ, 9ാം ക്ലാസ്, 8ാം ക്ലാസ്, 1ാം ക്ലാസ്, LKG, ആർക്കും ഏത് വിഷയത്തിനും ഇൻഡിവിജ്വൽ. ചില ആളുകൾക്ക് മാത്സ് പ്രയാസമായിരിക്കും, ചില ആൾക്ക് ഫിസിക്സ് പ്രയാസമായിരിക്കും, ഹിന്ദി പ്രയാസമായിരിക്കും. അപ്പോൾ അതിനൊക്കെ വളരെ എഫക്റ്റീവായിട്ട് നടക്കുന്നൊരു ഡിപ്പാർട്ട്മെൻറ്റാണ് ഇൻഡിവിജ്വൽ ട്യൂഷൻ. അപ്പോൾ അതൊക്കെ നിങ്ങളെ പരിചയമുള്ള ആളുകൾക്ക് ഷെയർ ചെയ്യുക, ഉപയോഗപ്പെടുത്തുക. അതേപോലെ തന്നെ SLC ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. SLC ട്യൂഷനൊക്കെ ആവശ്യമുള്ള ആളുകൾക്കൊക്കെ നിങ്ങൾ എത്തിച്ചു കൊടുക്കുക. ഓക്കെ, നോക്കാം. നമുക്ക് നെക്സ്റ്റ് ബ്ലോക്കാണ് പറയാൻ പോകുന്നത്. ഒന്നാമത്തെ ബ്ലോക്ക് നമ്മൾ പഠിച്ചു. രണ്ടാമത്തെ ബ്ലോക്കിലേക്ക് പോകാം. വളരെ പെട്ടെന്ന് നമുക്ക് കവർ ചെയ്യാം. ഓൺലൈൻ ലേണിംഗ് അല്ലേ, വളരെ സിമ്പിളായിട്ടുള്ള ബ്ലോക്കാണ്. ഒന്നാമത്തെ ബ്ലോക്ക് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഓൺലൈൻ ലേണിംഗ് എന്നുള്ള രണ്ടാമത്തെ ബ്ലോക്ക് വളരെ എളുപ്പമാണ്. ഇതിൽ 3 യൂണിറ്റാണ് പറയുന്നത്. ലേണിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റം, LMS അല്ലേ. രണ്ടാമത്തേത് MOOC, മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സ്. മൂന്നാമത്തെ അതിൻ്റെ ഡ്രോബാക്ക്, ബെനിഫിറ്റ്. LMS നോക്കാം. LMS എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഷുവറായിട്ട് നിങ്ങൾക്ക് ചോദിക്കും. അത് എസ് എ ടൈപ്പോ അല്ലെങ്കിൽ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എന്തായാലും LMSൽ നിന്ന് ചോദ്യം വരും. ഓക്കെ, അപ്പോൾ LMS എന്ന് പറഞ്ഞാൽ ലേണിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റം, ഒരു സോഫ്റ്റ്വെയറാണെന്ന് മനസ്സിലാക്കുക. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ SGOയുടെ നിങ്ങളുടെ മെറ്റീരിയലൊക്കെ ഉള്ള നിങ്ങളുടെ ആപ്പ് ഉണ്ടല്ലോ, അതൊരു LMS ആണ്. അതിലൊരുപാട് അപ്പോൾ നിങ്ങൾ LMSനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു ആപ്പിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ട് അതൊക്കെ മനസ്സിലാക്കുക. അല്ലെങ്കിൽ എജുമിയുടെ ആപ്പ് ഉണ്ട്, എജുമിയുടെ ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ അതിൽ പല ഫീച്ചേഴ്സ് ഉണ്ടാവും. അതുതന്നെയാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ 1-2 ആപ്പുകൾ നിങ്ങൾ ഇതേപോലെ ഓപ്പൺ ചെയ്ത് നോക്കുക, അതിൽ ഫീച്ചേഴ്സ് മാത്രം എഴുതിയാൽ തന്നെ LMS ആയി. മനസ്സിലായല്ലോ? അപ്പോൾ it is used to create, manage and deliver ഓൺലൈൻ ലേണിംഗ്. അപ്പോൾ ഓൺലൈൻ കണ്ടൻറ്റുകൾ ക്രിയേറ്റ് ചെയ്യുക, മാനേജ് ചെയ്യുക, അത് എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഓക്കെ ആയല്ലോ? എക്സാമ്പിൾസ് പഠിച്ചൊക്കെ ബ്ലാക്ക് ബോർഡ്, മൂഡിൽ, ഇതൊക്കെ ഇതിൻ്റെ പ്രത്യേകതകളാണ്, എക്സാമ്പിൾസാണ്.
മനസ്സിലായി. അപ്പോൾ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടേക്കാണ് സൂട്ടായത് അവിടെ എഴുതാൻ പറ്റും. 2 മാർക്കിന് ചോദിച്ചാൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഡെഫിനിഷനും എക്സാമ്പിൾ എഴുതാം. 4 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ അതനുസരിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. എസ് എ ആണെങ്കിൽ അതനുസരിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഓക്കെ ആയല്ലോ. ദെൻ ഫങ്ഷനാലിറ്റീസ് ഓഫ് LMS, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ LMSനെ കുറിച്ച് എസ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതേണ്ടത് LMSൻ്റെ ഫങ്ഷനാലിറ്റീസ് ആണ്. എന്തൊക്കെയാണ് അതിൻ്റെ ഫങ്ഷൻസ്? അപ്പോൾ നിങ്ങൾ ഫങ്ഷൻസ് നിങ്ങൾക്ക് ഏറ്റവും ചെയ്യേണ്ടത്, നിങ്ങൾ ഏതെങ്കിലും LMS ഓപ്പൺ ചെയ്യുക, SGOയുടെ ആപ്പ് ഓപ്പൺ ചെയ്യുക, അല്ലെങ്കിൽ എജൂമിയുടെ ആപ്പ് ഓപ്പൺ ചെയ്യുക. അതിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് അത് എഴുതിയാൽ മതി. അപ്പോൾ എന്തൊക്കെ അതിൽ നമുക്ക് വീഡിയോസ് ഉണ്ടാവും, ഓഡിയോസ് ഉണ്ടാവും, PPTs ഉണ്ടാവും, അത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും, എക്സാം ഉണ്ടാവും, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും അല്ലേ. അതൊക്കെയാണ് LMSൽ വരുന്നത്. നമുക്ക് നോക്കാം, ഡീപ്പായിട്ട് നോക്കാം. പിന്നെ 2 പാർട്ടുകൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. LMSൻ്റെ മാത്രമല്ല, പ്രധാനമായിട്ട് സോഫ്റ്റ്വെയർസ് എന്താവട്ടെ അതിൻ്റെയൊക്കെ 2 പാർട്ടുകൾ, ഒന്ന് സെർവറും ഒന്ന് UI ആണ്. ഇത് ചോദിക്കുകയാണെങ്കിൽ 2 മാർക്കോ അല്ലെങ്കിൽ 4 മാർക്കിന് ചോദിക്കാം. അപ്പോൾ സെർവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട കോർ പാർട്ടിനെ നമ്മൾ സെർവർ എന്ന് പറയും. UI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസർ ഇൻ്റർഫേസ്, നമ്മൾ കാണുന്ന ഭാഗത്തെയാണ് യൂസർ ഇൻ്റർഫേസ് എന്ന് പറയുക. ഇപ്പോൾ സെർവർ ഏതുപോലെ, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, പിന്നെ നമ്മളൊരു ഹോട്ടൽ എടുക്കുകയാണെങ്കിൽ ഹോട്ടലിൻ്റെ കിച്ചണിലാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടക്കുക. അല്ലെങ്കിൽ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നതും മറ്റൊക്കെ കിച്ചണിലാണ്. അപ്പോൾ സാധാരണ ആളുകൾ കിച്ചണിലേക്ക് ആക്സസ് ഉണ്ടാവുമോ? ഇല്ല, എൻട്രി റെസ്ട്രിക്റ്റഡ് എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും ചിലപ്പോൾ. പക്ഷേ പ്രധാനമായിട്ടുള്ള കോർ പാർട്ട് അവിടെയാണ് നടക്കുന്നത്. അതാണ് സെർവർ ചെയ്യുന്നത്. ഓക്കെ ആയല്ലോ. പിന്നെ അതല്ലെങ്കിൽ നിങ്ങൾ സ്കൂളുകളുടെ പ്രധാനപ്പെട്ട ഓഫീസ്, ഡാറ്റയൊക്കെ കീപ്പ് ചെയ്യുന്ന, റെക്കോർഡുകളൊക്കെ കീപ്പ് ചെയ്യുന്ന ആ ഒരു പാർട്ടിനെ നിങ്ങൾക്ക് സെർവർ എന്ന് പറയാം. മനസ്സിലാൻ വേണ്ടി പറയാം കേട്ടോ. അപ്പോൾ അതേ സാധനം സോഫ്റ്റ്വെയർസിൽ വരുമ്പോൾ പ്രധാനമായിട്ടുള്ള പാർട്ടിനെ നിങ്ങൾക്ക് സെർവർ എന്ന് പറയാം. UI എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്ന, നമ്മൾ ടീച്ചേഴ്സും സ്റ്റുഡൻസൊക്കെ കാണുന്ന ഭാഗത്ത് നമുക്ക് UI എന്ന് പറയാം. ഇപ്പോൾ ഹോട്ടലുകളിലാണെങ്കിൽ നമ്മുടെ മെനു അല്ലെങ്കിൽ നമ്മൾ കയറി ചെല്ലുന്ന ആ ഒരു ടേബിൾസ്, അങ്ങനത്തെ കുറേ ഡൈനിങ് ഏരിയ, അതൊക്കെയാണ് UI എന്ന് പറയുന്നത്. ഓക്കെ. സ്കൂളുകളിലാണെങ്കിൽ നമ്മുടെ നോട്ടീസ് ബോർഡുകൾ, അല്ലെങ്കിൽ നമ്മളെ ക്ലാസ് റൂമുകൾ, അതൊക്കെയാണ് UI. നമ്മൾ പുറത്തുനിന്ന് കാണുന്ന സാധനം. മറ്റേത് നമ്മൾ പുറത്തുനിന്ന് കാണില്ല. അപ്പോൾ നിങ്ങളൊരു ആപ്പ് എടുത്തു കഴിഞ്ഞാൽ, ഒരു LMS എടുത്തു കഴിഞ്ഞാൽ പുറത്ത് കാണുന്ന ഭാഗമൊക്കെ എന്താണ്? UI ആണ്, അതിൻ്റെ യൂസർ ഇൻ്റർഫേസ് ആണ്. നമുക്ക് ഡയറക്റ്റ് കാണാത്ത അതിൻ്റെ കോർ പാർട്ടുകളൊക്കെ അതിൻ്റെ ബിഹൈൻഡ് ദ സീനാണ് അല്ലേ, ഉള്ളിലാണ് കിടക്കുന്നത്. അതിനാണ് നമുക്ക് സെർവർ എന്ന് പറയാൻ പറ്റുക. ക്ലിയർ ആയല്ലോ. ദെൻ LMSനെ കുറിച്ച് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ എവിടേക്കാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ബിസിനസ്സിൽ യൂസ് ചെയ്യുന്നുണ്ട്, ഗവൺമെൻറ് ഏജൻസീസ് യൂസ് ചെയ്യുന്നുണ്ട്, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എഴുതാൻ പറ്റും. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് പോയിന്റുകൾ മാത്രം, ഹെഡിങ്ങുകൾ മാത്രം പഠിച്ചു വെച്ചാൽ തന്നെ അതിൻ്റെ ഇൻ ഡെപ്ത് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വയം മനസ്സിൽ നിന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഈ പോയിന്റുകളൊക്കെ പഠിച്ചു വെക്കുക എന്നുള്ളതാണ്. ഓക്കെ ആയല്ലോ. ഫങ്ഷൻസ് നിങ്ങൾ പഠിച്ചു വെക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു, കോർ ഫങ്ഷൻസ്. LMS ഒരു 10 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതേണ്ടത് ഡെഫിനിഷനും ടൈപ്പിനും ശേഷം ഇതിൻ്റെ ഫങ്ഷൻസാണ്. അപ്പോൾ ഇതിൻ്റെ ഫങ്ഷൻസ് എല്ലാം പഠിച്ചിട്ടില്ലെങ്കിലും ഒരു 4 എണ്ണെങ്കിലും നിങ്ങൾ പ്രധാനമായിട്ടും പഠിച്ചു വെക്കുക. ഓക്കെ. യൂസർ മാനേജ്മെൻറ്റ്, ആളുകളെ, സ്റ്റുഡൻസ്, ഫാക്കൽറ്റീസ്, അങ്ങനത്തെ ആളുകളൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റും. കണ്ടൻറ്റ് ഡെലിവറി, വീഡിയോസ്, ഓഡിയോസ്, അങ്ങനത്തെ കുറേ മെറ്റീരിയൽസൊക്കെ അയക്കാനും മാനേജ് ചെയ്യാനൊക്കെ പറ്റും. ഇവൻറ്റ്സ് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും. ക്ലാസ്സുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും. മനസ്സിലായല്ലോ. കമ്മ്യൂണിക്കേഷൻ നടത്താൻ പറ്റും. അതായത് ചാറ്റ് ഓപ്ഷൻസൊക്കെ ഉണ്ടാവും. അപ്പോൾ എജുമിയുടെ ആപ്പിൽ ചാറ്റ് ഓപ്ഷൻസൊക്കെ ഉണ്ട്, ഡൗൺലോഡ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ നടത്താൻ പറ്റും. അസസ്മെൻറ്റുകൾ, എക്സാമുകൾ കണ്ടക്ട് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. സർട്ടിഫിക്കറ്റ് കിട്ടും. പിന്നെ നോട്ടിഫിക്കേഷൻസ് വരും അല്ലേ. അപ്പോൾ അതൊക്കെയാണ് പ്രത്യേകത. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നത്, നിങ്ങൾക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റുന്ന ഒരു 4 പോയിൻ്റെങ്കിലും നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ. പിന്നെ ബെനിഫിറ്റ് ഇതേപോലെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ബെനിഫിറ്റ് അല്ലേ, 10 മാർക്കിന് ചോദിച്ചാൽ ബെനിഫിറ്റ് എഴുതാം. അല്ലെങ്കിൽ ചിലപ്പോൾ ബെനിഫിറ്റ് മാത്രം 4 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ 4 പോയിൻ്റ് എഴുതാൽ മതി അല്ലേ. എന്തായിരുന്നു? എഫിഷ്യൻ്റ് കണ്ടൻറ്റ് ഡെലിവറി. നമുക്ക് എഫിഷ്യൻ്റായിട്ട് കണ്ടൻറ്റ് ഡെലിവറി ചെയ്യാൻ പറ്റും. വീഡിയോസൊക്കെ വളരെ പെട്ടെന്ന് അയക്കാൻ വേണ്ടി പറ്റും. പെട്ടെന്ന് അയക്കുക, എല്ലാവർക്കും അയക്കാൻ വേണ്ടി പറ്റും അല്ലേ. അത് 10 ആളുകൾക്ക് മാത്രം അയക്കുക എന്നുള്ളതല്ല. അപ്പോൾ ഒരു ലക്ഷക്കണക്കിന് ആളുകളുണ്ടെങ്കിൽ എല്ലാവർക്കും അയക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ എജുമിയുടെ ആപ്പിൽ പോലെ പിന്നെ ആയിരക്കണക്കിന് ആളുകൾ പഠിക്കുന്നുണ്ടാവും. അപ്പോൾ ഒരേ ക്ലാസ്സുകൾ തന്നെ ആയിരക്കണക്കിന് ആളുകൾക്ക് വളരെ എഫിഷ്യൻ്റായിട്ട്, എഫക്റ്റീവായിട്ട് അയക്കാൻ വേണ്ടി പറ്റും. കോസ്റ്റ് ആൻഡ് ടൈം സേവിങ് ആണ് അല്ലേ. കോസ്റ്റുകൾ വളരെ കുറവായിരിക്കും, ടൈം നമുക്ക് ലാഭിക്കാൻ പറ്റും. നമ്മൾ യാത്ര ചെയ്തിട്ടോ മറ്റോ പഠിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ടൈമും എനർജിക്ക് ലാഭിക്കും. പ്രോഗ്രസ് ട്രാക്കിംഗ്, നമ്മുടെ സ്റ്റാറ്റസും കാര്യങ്ങളും കാണാൻ പറ്റും. നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് ഉണ്ടോ ഇല്ലേ, നമ്മുടെ ഗ്രാഫ് താഴോട്ടാണോ മേലോട്ടാണോ, അതൊക്കെ നിങ്ങൾക്ക് നോക്കാൻ വേണ്ടി പറ്റും. മാത്രമല്ല സ്റ്റാൻഡേർഡൈസ്ഡ് ട്രെയിനിങ് ആണ് അല്ലേ.
അപ്പോൾ എല്ലാവർക്കും ഒരു സ്റ്റാൻഡേർഡ് ട്രെയിനിങ് കൊടുക്കാൻ പറ്റും. കാരണം ഒരാൾ തന്നെയാണ് എല്ലാവർക്കും ട്രെയിനിങ് കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരേപോലത്തെ സാധനം കിട്ടും. അപ്പോൾ എല്ലാവരുടെയും ക്വാളിറ്റി ഒരേപോലെ തന്നെ വരും. മനസ്സിലായി? അപ്പോൾ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഹെഡിങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കുക, ബാക്കി നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി പറ്റും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഞാൻ കുറച്ച് സ്പീഡിൽ പോകുന്നത് നിങ്ങളിതൊക്കെ ഓൾറെഡി പഠിച്ചതാണ്. അപ്പോൾ ഒന്ന് റിവേഴ്സ് ചെയ്യുക. നിങ്ങൾ ഏതെങ്കിലും കാര്യങ്ങൾ വിട്ടുപോയതുണ്ടെങ്കിൽ ഒന്ന് ഓർമ്മപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ്. പിന്നെ LMSൽ നിന്ന് വരുന്നത് ടൈപ്സാണ്. ക്വസ്റ്റ്യൻ ഓൾറെഡി ചോദിച്ചിട്ടുണ്ട് ടൈപ്സ് അല്ലേ? ഇവാലുവേറ്റ് ദി ഇമ്പാക്റ്റ് ഓഫ് LMS ടൈപ്സ് ബേസ്ഡ് ഓൺ ഡെലിവറി മോഡ്. അപ്പോൾ ഈ ടൈപ്പുകൾ നിങ്ങൾ പഠിച്ചു വെക്കുക. ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏതൊക്കെ ടൈപ്പുകൾ, ഏതൊക്കെ ഡെലിവറി മോഡിനെ ബേസ് ചെയ്തിട്ട് ഏതൊക്കെ ടൈപ്പുകൾ, അതായത് ഡെലിവറി മോഡിനെ നമ്മൾ കണ്ടൻറ്റുകൾ മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുന്ന രീതി. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് ക്ലൗഡ് ബേസ്ഡ്, എക്സ്റ്റെൻഡ് എൻ്റർപ്രൈസ്, LMS ഫോർ റിമോട്ട് എംപ്ലോയീസ്, മൊബൈൽ ലേണിംഗ് പ്ലാറ്റ്ഫോം, LMS ഫോർ ഹൈബ്രിഡ്, ഇത്രയും കാര്യങ്ങൾ വന്നിട്ടുണ്ട് അല്ലേ? നമുക്ക് ഓരോന്ന് നോക്കാം. ഓരോന്നിനും ഡിഫറൻസ്. ക്ലൗഡ് ബേസ്ഡ് എന്ന് പറയുമ്പോൾ എന്താണ്? അത് മൊത്തം ഓൺലൈനിലാണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നോർമലി ഇപ്പോൾ ഓൺലൈൻ സോഫ്റ്റ്വെയർസാണ് എല്ലാം ഉള്ളത്. അതുകൊണ്ട് ഏകദേശം എല്ലാ LMSും ഓൺലൈൻ ബേസ്ഡ് ആയിരിക്കും. ക്ലൗഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൺലൈനിൽ ഡാറ്റ സ്റ്റോർ ചെയ്ത് വെക്കുക. അപ്പോൾ അത് എല്ലാവർക്കും ആക്സസ് കിട്ടും. മനസ്സിലായല്ലോ? അതാണ് അതിൻ്റെ പ്രത്യേകത. ദെൻ രണ്ടാമത്തത് എക്സ്റ്റെൻഡ് എൻ്റർപ്രൈസ് LMS, മറ്റൊരു ടൈപ്പ് LMS ആണ്. അപ്പോൾ അത് ജസ്റ്റ് നമ്മുടെ ആളുകൾക്ക്, സ്റ്റുഡൻസിന് മാത്രമല്ല, ഇപ്പോൾ മറ്റുള്ള പുറത്തുനിന്നുള്ള ആളുകൾക്കും വേറെ അതിന് ട്രെയിനിങ് കൊടുക്കാം. ഇപ്പോൾ മൊബൈൽ ഫോണിൻ്റെ കമ്പനി ഉണ്ടെങ്കിൽ മൊബൈൽ ഫോണിൻ്റെ കമ്പനിയുടെ ഒരു ആപ്പ് ഉണ്ടെന്ന് വിചാരിക്കുക. അതിൽ മൊബൈൽ ഫോണിൻ്റെ ഡയറക്റ്റ് എംപ്ലോയി അല്ലാത്ത, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ സാംസങ്ങിൻ്റെ ഒഫീഷ്യൽ സ്റ്റാഫുകൾ ഉണ്ടാവും. അവർക്കുള്ള ഒരു ആപ്പ് ഉണ്ട്, അവർക്കുള്ള ട്രെയിനിങ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന. അതിലെന്ത് ചെയ്യും? ഈ സാംസങ്ങിൻ്റെ കച്ചവടക്കാരുണ്ടാവും, സാധാ മൊബൈൽ, ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെയുള്ള മൊബൈൽ കടക്കാർ, അല്ലെങ്കിൽ നമ്മൾ പോലുള്ള നമ്മൾ കസ്റ്റമേഴ്സ്, നമുക്കൊക്കെ പറ്റുന്ന വീഡിയോസും അതെങ്ങനെ ഉപയോഗിക്കാം, എങ്ങനെ അത് ഹാൻഡിൽ ചെയ്യാം, അങ്ങനത്തെ കുറേ വീഡിയോസൊക്കെ ഉൾപ്പെടുത്തിയിട്ടൊരു സംവിധാനമാക്കി മാറ്റിയാൽ അതാണ് എക്സ്റ്റെൻഡ് എൻ്റർപ്രൈസ് LMS എന്ന് പറയുന്നത്. അതിലുള്ള സ്റ്റാഫുകൾക്ക് മാത്രമല്ല പുറത്തുള്ള ആളുകൾക്കും വേണ്ട ആക്സസ് കൊടുക്കുക. മനസ്സിലായല്ലോ? ദെൻ റിമോട്ട് ഫോക്കസ്ഡ് LMS എന്താണ്? നമ്മുടെ ഓഫീസിലത്തെ ആളുകൾക്ക് മാത്രമല്ല, പുറത്തുള്ള, ഇപ്പോൾ വർക്ക് ഫ്രം ഹോം ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കും വേണ്ട ആക്സസ് കിട്ടുന്ന രീതിയിൽ. ഇപ്പോൾ എജുമിയുടെ ആപ്പൊക്കെ, എജുമിയിലെ സ്റ്റാഫ്, കുറേ ഓഫീസിൽ നമുക്ക് വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുണ്ടാവും. അതേപോലെ തന്നെ പല സ്ഥലത്തു നിന്ന് ക്ലാസ് എടുക്കുന്ന, വിദേശത്തു നിന്ന് ക്ലാസ് എടുക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും അല്ലേ? അപ്പോൾ അവർക്ക് അവരുടെ ഓഫീസിൽ നിന്ന്, അവരുടെ വീട്ടിൽ നിന്നൊക്കെ ആയിരിക്കും ക്ലാസ് എടുക്കുന്നുണ്ടാവുക. അപ്പോൾ അവരൊക്കെ നമുക്ക് റിമോട്ടായിട്ട് ആക്സസ് ചെയ്യാനും അവർക്ക് റിമോട്ടായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കാനൊക്കെ സംവിധാനങ്ങളുണ്ട്. അതാണ് റിമോട്ട് ഫോക്കസ്ഡ് LMS. ദെൻ മൊബൈൽ LMS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈലിലും ടാബ്ലറ്റിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന സംവിധാനത്തിന് നമുക്ക് എന്താ പറയാം? മൊബൈൽ LMS എന്ന് പറയാം. ഓക്കെ ആയാലും? അപ്പോൾ നിലവിൽ ഏകദേശം എല്ലാ LMSകളും മൊബൈൽ LMS ആയിരിക്കും, കമ്പ്യൂട്ടറിൽ മാത്രം ആവില്ല. ദെൻ ഹൈബ്രിഡ് LMS, അതായത് ഹൈബ്രിഡ് LMS എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ പിന്നെ തിയറി കൊടുക്കും, ചില കാര്യങ്ങൾ ആപ്പിൽ കൊടുക്കും. ഇപ്പോൾ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ. ഹോസ്പിറ്റലിൽ ഒരു നേഴ്സുമാർക്കുള്ളൊരു സംവിധാനം വിചാരിക്കുക. അപ്പോൾ നേഴ്സുമാർക്കുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പിന്നെ ഓൺലൈനിൽ കൊടുക്കാൻ പറ്റില്ല. ചിലത് സൂചി വെക്കലൊക്കെ ഇപ്പോൾ പ്രാക്ടിക്കലായിട്ട് തന്നെ ചെയ്യേണ്ടി വരും. പക്ഷേ ആ സൂചി വെക്കുന്നതിൻ്റെ വരായികളും അതെങ്ങനെയെന്നുള്ളതിൻ്റെ ഒരു ഇനീഷ്യൽ കാര്യങ്ങളൊക്കെ നമുക്ക് തിയറി കൊടുക്കാൻ പറ്റും. തിയറി ലെസൺസ് എവിടെ കൊടുക്കാൻ പറ്റും? ഓൺലൈനിൽ കൊടുക്കാൻ പറ്റും. ബാക്കി നമുക്ക് ഓഫ്ലൈനിൽ കൊടുക്കാൻ പറ്റും. അപ്പോൾ ആ രീതിയിലും ഉപയോഗപ്പെടുത്താം. അതാണ് ഹൈബ്രിഡ് LMS. ഓക്കെ അല്ലോ? ഈ 5 പഠിച്ചു വെക്കുക. ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചതിനനുസരിച്ച് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. പിന്നെ LMS സോഫ്റ്റ്വെയറിൻ്റെ അഡ്മിൻ വ്യൂ, യൂസർ വ്യൂ, ഇത് ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ 2 മാർക്കിനൊക്കെ ചോദിക്കുള്ളൂ. പിന്നെ അഡ്മിൻ വ്യൂ എന്ന് പറഞ്ഞാൽ അഡ്മിൻ സൈഡ്, യൂസർ വ്യൂ എന്നാൽ നിങ്ങൾ സ്റ്റുഡൻസ്, പാരൻസൊക്കെ കാണുന്ന സൈഡാണ് യൂസർ സൈഡ് അല്ലേ? നല്ല ഭംഗിയിൽ കാണാൻ പറ്റും. ഇപ്പോൾ എജുമിയുടെ ആപ്പാണെങ്കിൽ ഇതാണ് എജുമിയുടെ അഡ്മിൻ സൈഡ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് സ്റ്റുഡൻസിന് കാണാൻ പറ്റുന്നുണ്ടാവില്ല. ഇത് എജുമിയുടെ ഒഫീഷ്യൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിന് മാത്രമേ കാണാൻ പറ്റുള്ളൂ. പക്ഷേ സ്റ്റുഡൻസിന് കാണാൻ പറ്റുന്നത് ഈ ഒരു സൈഡാണ്, ആപ്പുകളാണ്. അതാണ് യൂസർ സൈഡ് എന്ന് പറയാം. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഞാൻ പറഞ്ഞു എജുമിയുടെ ആപ്പിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. സ്റ്റോർ എന്നുള്ള ഭാഗത്ത് എടുത്തു പോയി കഴിഞ്ഞാൽ ഒരുപാട് കോഴ്സുകളൊക്കെ ഉണ്ട്. അത് നിങ്ങൾക്ക് കാണാനും അതിൽ വീഡിയോസും കണ്ടൻറ്റുകളും ഒക്കെ ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. ദെൻ ഇത് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ക്വസ്റ്റ്യനാണ് LMS പേയ്മെൻറ്റ് മോഡൽസ്. ഇത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഫ്രീമിയം മോഡലൊക്കെ അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. LMS പേയ്മെൻറ്റ് മോഡൽസ്, ഫ്രീമിയം മോഡൽ ഒന്നല്ല, ഫ്രീ ആണ്. ഇത് പ്രത്യേകത, ചില കാര്യങ്ങൾ ഫ്രീ ആണ്, ബാക്കി ചില കാര്യങ്ങൾ പെയ്ഡ്, അഡ്വാൻസ്ഡ് കാര്യങ്ങളൊക്കെ പെയ്ഡ്. അതാണ് ഫ്രീമിയം മോഡൽ. സബ്സ്ക്രിപ്ഷൻ എന്തായിരുന്നു?
മന്ത്ലി ഇയറിലൊക്കെ പേയ്മെൻറ്റ് കൊടുക്കുക. അതാണ് സബ്സ്ക്രിപ്ഷൻ മോഡൽ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഇപ്പോൾ ഫ്രീമിയം മോഡൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താണ്, ഇപ്പോൾ ചില ഫ്രീ ആപ്പുകളൊക്കെ ഉണ്ടാകും, പാട്ടുകൾ കേൾക്കാൻ പറ്റുന്ന സ്പോട്ടിഫൈ പോലുള്ള ആപ്പുകളൊക്കെ ഉണ്ടാകും. അതിൽ ഫ്രീ വേർഷൻസ് ഉണ്ടാകും. അതാണ് ഫ്രീമിയം മോഡൽ എന്ന് പറയുന്നത്. അതിന് അഡ്വാൻസ്ഡ് വേർഷൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അത് പർച്ചേസ് ചെയ്യേണ്ടി വരും. ഓക്കെ അല്ലോ? സബ്സ്ക്രിപ്ഷൻ മോഡൽ എന്ന് പറയുമ്പോൾ നമ്മൾ മന്ത്ലിയോ ഇയർലിയൊക്കെ സബ്സ്ക്രൈബ് ചെയ്യേണ്ടി വരും. ഇതിൻ്റെ തന്നെ ചില മൂവീസൊക്കെ കാണാനുള്ള ചില പ്ലാറ്റ്ഫോമുകളൊക്കെ കേൾക്കാറുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ സബ്സ്ക്രിപ്ഷൻ മോഡലാണ്. മനസ്സിലായല്ലോ? അതില്ലെങ്കിൽ നമ്മൾ സാധാരണ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ജിമ്മിൽ പോകുന്ന ആളുകളുണ്ടാവും, അപ്പോൾ മാസത്തിൽ ഇങ്ങനെ പൈസ കൊടുക്കും. അതാണ് സബ്സ്ക്രിപ്ഷൻ മോഡൽ. ഓക്കെ, അത് LMSലേക്ക് വരുമ്പോൾ LMSലുള്ള സബ്സ്ക്രിപ്ഷൻ മോഡലായി. പിന്നെ മൂന്നാമത്തെ ലൈസൻസിങ് മോഡലാണ്. വൺ ടൈം പേയ്മെൻ്റ് ആണ്, പിന്നെ നമുക്ക് പേയ്മെൻറ്റുകളൊന്നും ആവശ്യമില്ല. അങ്ങനത്തെ സോഫ്റ്റ്വെയർസ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ ഇപ്പം LMS അല്ല, സാധാരണ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ MS മൈക്രോസോഫ്റ്റ് ഓഫീസ് അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റിൻ്റെ ഒരു വിൻഡോസ്, അതൊക്കെ നമ്മൾ വൺ ടൈം പേയ്മെൻറ്റ് ചെയ്താൽ മതി. പിന്നെ നമുക്ക് ആ പൈസ ഒന്നും ആവശ്യമില്ല. അപ്പോൾ അത് ബാക്കിയുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അവർ ഫ്രീ ആയിട്ട് ചെയ്യും, ചിലതിന് മാത്രമേ പൈസ ആവശ്യമുള്ളൂ. അതാണ് ലൈസൻസിങ് മോഡൽ, വൺ ടൈം പേയ്മെൻറ്റ് മാത്രമാണ്. ഓക്കെ, മറ്റൊന്നാണ് ഓപ്പൺ സോഴ്സ് മോഡൽ. ഫ്രീ ആണ് അല്ലേ? സോഫ്റ്റ്വെയർസും അതിൻ്റെ കോഡുകളൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. നമുക്കത് ഡൗൺലോഡ് ചെയ്യാം, നമുക്കത് ഉപയോഗിക്കാം, നമുക്ക് നമ്മുടെ രീതിയിലേക്ക് മാറ്റിയിട്ട് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും അല്ലേ? അങ്ങനത്തെ ഒരുപാട് സോഫ്റ്റ്വെയർസാണ് ഓപ്പൺ സോഴ്സ് മോഡൽ എന്ന് പറയാം. ഇപ്പോൾ സാധാരണ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മനസ്സിലാൻ വേണ്ടി പറയുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു റെസിപ്പി, നിങ്ങളുടെ ഒരു പാചകക്കുറിപ്പിൻ്റെ ഒരു സാധനം ഡൗൺലോഡ് ചെയ്യാം, എല്ലാവർക്കും ഫ്രീ ആയിട്ട് കിട്ടും. ചിലപ്പോൾ അത് ഡൗൺലോഡ് ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ അത് നമ്മളെ രീതിയിൽ ഉപയോഗിക്കാം അല്ലേ? പക്ഷേ പാചകം ചെയ്യൽ നമ്മളാണ്. പാചകം ചെയ്യുമ്പോൾ സാധനങ്ങൾ മേടിക്കുക നമ്മളായിരിക്കും, സാധനങ്ങൾ മേടിക്കുന്ന പൈസ നമ്മൾ കൊടുക്കേണ്ടി വരും. അതേപോലെ കണ്ടൻറ്റുകളൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും, അത് നമ്മുടേതായ രീതിയിലേക്ക് മാറ്റാം. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് പൈസ കൊടുത്താൽ മതിയാവും. അതാണ് ഓപ്പൺ സോഴ്സ് മോഡൽ. അപ്പോൾ ഈ 4 ടൈപ്പുകൾ മനസ്സിലാക്കി വെക്കുക, അതിൻ്റെ ഡിഫറൻസ് നിങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെ, അതിൽ മൂഡിൽ ടെക്സ്റ്റിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. മൂഡിൽ മാത്രം നിങ്ങൾ പഠിച്ചു വെക്കുക. എല്ലാത്തിനും ഇപ്പോൾ മൂഡിൽ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? മൂഡിൽ ചോദിച്ചു കഴിഞ്ഞാൽ, മൂഡിനെ കുറിച്ചൊരു 10 മാർക്കിന് ചോദിച്ചാൽ നിങ്ങൾക്ക് LMSൻ്റെ കോമൺ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഫീച്ചേഴ്സൊക്കെ എഴുതാം. പിന്നെ എന്താണ് മൂഡിൽ എന്ന് പറയുന്നത് എന്ന് എഴുതാം. മൂഡിലൊരു ഓപ്പൺ സോഴ്സ് ഫ്രീ സോഫ്റ്റ്വെയർസ് ആണ് എന്ന് പറയാം കേട്ടോ. അത് മനസ്സിലാക്കുക. മൂഡിൽ ഓപ്പൺ സോഴ്സ്, അതിന് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് മൂഡിൽ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതേണ്ട ഓപ്പൺ സോഴ്സ് ആണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഏകദേശം സെയിമാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഒന്നാമത്തെ യൂണിറ്റിൽ. ഇനി രണ്ടാമത്തെ യൂണിറ്റ് നോക്കാം. ഓൺലൈൻ മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സ്, മൂക്കിനെ കുറിച്ചാണ് രണ്ടാമത്തെ യൂണിറ്റ് പറയുന്നത്. വളരെ പെട്ടെന്ന് നമുക്കിത് കവർ ചെയ്യാം. ഇമ്പോർട്ടൻ്റ് ആണ് മൂക്ക് എന്നുള്ളത്, വളരെ പ്രധാനപ്പെട്ടൊരു പോർഷനാണ്. എന്തായാലും ക്വസ്റ്റ്യൻസ് നിർബന്ധമായിട്ട് ഇതിൽ നിന്ന് ചോദിച്ചിരിക്കും. മൂക്ക് പഠിച്ചോളൂ. മൂക്ക് മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സ്, അതിനെക്കുറിച്ച് ഇപ്പോൾ ഒരു 10 മാർക്കിന് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ 4 മാർക്കിന് വേണമെങ്കിൽ എഴുതാം, 2 മാർക്കിന് 1 മാർക്കിനൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അതിൽ പ്രധാനപ്പെട്ടൊരു കാര്യം നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് ഫീച്ചേഴ്സ് ഓഫ് മൂക്കാണ്. മൂക്കിൻ്റെ ഫീച്ചേഴ്സ് നിങ്ങൾ പഠിച്ചു വെക്കുക. 4 ഫീച്ചേഴ്സ് ഇവിടെ പറയുന്നുണ്ട്. ഇത് എല്ലാവരും പഠിച്ചു വെക്കണം, എല്ലാവരും നിർബന്ധമായിട്ടും ഓർത്ത് വെച്ചോളൂ. ഫീച്ചേഴ്സ് ഓഫ് മൂക്ക്. അപ്പോൾ നിങ്ങൾക്ക് മൂക്കിനെ കുറിച്ച് 2 മാർക്കിന് ചോദിച്ചാലും ഫീച്ചേഴ്സ് എഴുതാം, 4 മാർക്കിന് ചോദിച്ചാലൊക്കെ ഈ ഫീച്ചർ നിങ്ങൾ നിർബന്ധമായിട്ട് എഴുതാം. സ്കാലബിലിറ്റി, ഓപ്പൺ ആക്സസ്, ഓൺലൈൻ ഡെലിവറി ആൻഡ് ഫ്ലെക്സിബിലിറ്റി. ഈ 4 ഫീച്ചർ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. ഓക്കെ അല്ലോ? ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ പിന്നെ ഓക്കെ ആണെങ്കിൽ ഒരു ലൈക്ക് അടിക്കുക. ക്ലാസ് ഓക്കെ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിക്കുക, മറ്റുള്ള ആളുകൾക്ക് ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ള ആളുകൾക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കുക. ഓക്കെ, അതേപോലെ തന്നെ ഞാൻ ഈ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ എക്സാമിന് വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളുടെ കമൻറ്റിൽ നിങ്ങൾ അറിയിക്കുക. ഓക്കെ, അപ്പോൾ ഓരോന്ന് ഞാൻ ഇത് നോക്കാം. ഇത് നിർബന്ധമായിട്ട് പഠിച്ചിരിക്കേണ്ടതാണ്, അതുകൊണ്ട് ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഒന്നാമത്തെ ഫീച്ചർ സ്കാലബിലിറ്റി. സ്കാലബിലിറ്റി എന്ന് പറഞ്ഞാൽ അൺലിമിറ്റഡ് ആളുകൾക്ക് പഠിക്കാൻ പറ്റും. അൺലിമിറ്റഡ് ആയിരക്കണക്കിന് ആളുകൾക്ക്, ലക്ഷക്കണക്കിന് ആളുകൾക്ക് പഠിക്കാൻ പറ്റും. ഇപ്പോൾ എജ്യൂമിയുടെ ആപ്പുകളൊക്കെ ആയിരക്കണക്കിന് ആളുകൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരേ ക്ലാസ്സുകൾ തന്നെ ആയിരക്കണക്കിന് ആളുകൾക്ക് പഠിക്കാൻ വേണ്ടി പറ്റും. അതാണ് സ്കാലബിലിറ്റി, അതാണ് അതിൻ്റെ പ്രത്യേകത. മനസ്സിലായല്ലോ? ബാക്കിയുള്ള അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ഓൾറെഡി നമ്മുടെ ക്ലാസ്സിലൊക്കെ പറഞ്ഞതാണ്. രണ്ടാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് ഓപ്പൺ ആക്സസ്. ഓപ്പൺ ആക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൂക്ക് എന്നുള്ള പ്ലാറ്റ്ഫോം അത് നമുക്ക് ആർക്കും കാണാൻ പറ്റും. ഓപ്പൺ ആക്സസ് ആണല്ലേ, ഒരു തുറന്ന പുസ്തകം പോലെ കാണാൻ പറ്റും മൂക്ക്. പിന്നെ ഇപ്പോൾ എജ്യൂമിയുടെ പ്ലാറ്റ്ഫോമൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും സെർച്ച് ചെയ്ത് തന്നെ കിട്ടും. ഡൗൺലോഡ് ചെയ്തിട്ട് പിന്നെ ആവശ്യമുള്ള ആളുകൾക്ക് ആവശ്യമുള്ള രീതിയിൽ ഉപയോഗിക്കാം. മനസ്സിലായല്ലോ? അതാണ് പിന്നെ ഓപ്പൺ ആക്സസിൻ്റെ പ്രത്യേകത. ആർക്കും എനിവൺ എനിവേർ ഇൻ്റർനെറ്റുള്ള ആളുകൾക്ക് ആർക്കും ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റും. മനസ്സിലാണ്ടല്ലോ? ഒരു റെസ്ട്രിക്ഷനൊന്നും ഇല്ല.
ഇപ്പോൾ ചില സ്കൂളുകളൊക്കെ നമ്മൾ ഓഫ്ലൈനൊക്കെ ആണെങ്കിൽ അത് റെസ്ട്രിക്ഷൻ ഉണ്ടാവും അല്ലേ. ഡിഗ്രി ഇത്ര കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുള്ളൂ, ഇത്ര വയസ്സുള്ള ആളുകൾക്ക് പഠിക്കാൻ പറ്റുള്ളൂ, SLC ഇത്ര ആളുകൾക്ക്, ഇത്ര വയസ്സിന് താഴെ ആളുകൾക്ക് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ പറ്റും, അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷേ ഇത് മൂക്കിൻ്റെ പ്രത്യേകത ഓൺലൈൻ കോഴ്സാണ്, ഓപ്പൺ കോഴ്സാണ്. അപ്പോൾ ആർക്കും ഏത് പ്രായക്കാർക്കും ചെയ്യാൻ പറ്റും. അതിൻ്റെ പ്രത്യേകതകളൊക്കെ പറയുന്നുണ്ട്. ലോ കോസ്റ്റ്, നോ അഡ്മിഷൻ ക്രൈറ്റീരിയ, അങ്ങനത്തെ കുറേ ഫീച്ചേഴ്സ് ഇവിടെ പറയുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് നോക്കുക. മൂന്നാമത്തതാണ് ഓൺലൈൻ ഡെലിവറി. ഓൺലൈനാണ് കൊടുക്കുന്നത്. നമ്മുടെ മൂക്ക് എന്ന് പറഞ്ഞാൽ തന്നെ മാസി ഓപ്പൺ ഓൺലൈൻ കോഴ്സാണ് അല്ലേ. അപ്പോൾ അതിലെ മൂന്നാമത്തെ ഈ ലെറ്റർ ഓൺലൈൻ ഡെലിവറിയാണ്. അപ്പോൾ ഓൺലൈൻ ഡെലിവറി ആകുമ്പോൾ ഓൺലൈൻ ആകുമ്പോൾ എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ട്, എന്തൊക്കെ ബെനിഫിറ്റ് ഉണ്ട്, അതൊക്കെ നിങ്ങൾക്ക് എഴുതാം. മനസ്സിലാണ്ടല്ലോ. അതിൻ്റെ മെയിൻ കമ്പണൻ്റൊക്കെ ഇവിടെ ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊരു പ്ലാറ്റ്ഫോം ഡൗൺലോഡ് ചെയ്യുക, പിന്നെ അതിൽ മനസ്സിലാക്കി വെക്കുക എന്തൊക്കെയാണ് അതിൻ്റെ ഫീച്ചേഴ്സ് ഉണ്ട്, അത് മാത്രം നിങ്ങൾക്ക് എഴുതി വെച്ചാൽ മതി. ക്ലിയർ ആയല്ലോ. നാലാമത്തതാണ് ഫ്ലെക്സിബിലിറ്റിയെ കുറിച്ച് മാത്രം ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആർക്കും എനി ടൈം എനിവേർ എനിവേർ എനി ടൈം അല്ലേ. ആർക്കും എവിടെ വെച്ചിട്ടും ഏത് നേരത്തും പഠിക്കാൻ പറ്റും എന്നുള്ളതാണ് ഫ്ലെക്സിബിലിറ്റി ഈ മൂക്കിൻ്റെ പ്രത്യേകത അല്ലേ. ഏത് പ്രായക്കാർക്കും പ്രായഭേദമന്യേ രാജ്യഭേദമന്യേ പഠിക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ പല ഫോർമാറ്റിലൊക്കെ ഇതിൻ്റെ ഫീച്ചേഴ്സൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ നോക്കാം. ഓക്കെ അല്ലോ. അപ്പോൾ 4 ഫീച്ചേഴ്സ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ 4 ഫീച്ചേഴ്സ് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുക. ഓക്കെ. അപ്പോൾ മൂക്കെന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു മാസി ഓൺലൈൻ ഓപ്പൺ കോഴ്സാണ്. ഈ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമിന് നമുക്ക് മൂക്കെന്ന് പറയാം. LMSൻ്റെ ഒരു ഭാഗമായിട്ടായിരിക്കും മൂക്കുണ്ടാവുക. അപ്പോൾ LMS മൂക്കും സെയിം അല്ല. LMS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേണിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ്. ആ മൊത്തം സിസ്റ്റം അതിലെ കോഴ്സുകളുടെ ആ ഒരു കണ്ടൻറ്റിനാണ് നമ്മൾ എന്ത് പറയുക, നമ്മൾ മൂക്കെന്ന് പറയുക. അപ്പോൾ LMS ഒരു സ്കൂളാണെങ്കിൽ മൂക്ക് എന്തായിരിക്കും, അതിലോരോ കോഴ്സുകളായിരിക്കും. ഇപ്പോൾ ഡിഗ്രി ഉണ്ടാവും, ഒരു സ്കൂൾ അല്ലെങ്കിൽ കോളേജ്, അതിൽ ഡിഗ്രി ഉണ്ടാവും, PG ഉണ്ടാവും, അതിൽ തന്നെ സോഷ്യോളജി, ഹിസ്റ്ററി, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അതൊക്കെയാണ് LMS മൂക്കും തമ്മിൽ ഡിഫറൻസ്. ആ ഒരു പ്ലാറ്റ്ഫോമിന് നമുക്ക് LMS എന്ന് പറയാം. അതിലുപയോഗിക്കുന്ന കുറേ കോഴ്സുകളുടെ ഒരു സംവിധാനത്തെ നമുക്ക് മൂക്കെന്ന് പറയാം. ഓക്കെ അല്ലോ. പിന്നെ ബെനിഫിറ്റ്സ് ഓഫ് മൂക്ക് ഇതേ സാധനം തന്നെ. ഇതിൻ്റെ ഫീച്ചേഴ്സ് തന്നെ നമുക്ക് ബെനിഫിറ്റ് ആയിട്ടും പറയാൻ പറ്റും. ആക്സസിബിലിറ്റി, എവിടുന്നും ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ. ഫ്ലെക്സിബിലിറ്റി അല്ലേ, ഫ്ലെക്സിബിളാണ്, എവിടുന്നും ആർക്കും ഏത് സമയത്ത് ഉപയോഗിക്കാൻ പറ്റും. ഡൈവേഴ്സ് കണ്ടൻറ്റ്, വൈദ്യ വിശാലമായിട്ടുള്ള ഏത് രീതിയിലുള്ള കണ്ടൻറ്റുകളുണ്ട്. കോസ്റ്റ് എഫക്റ്റീവുമായിട്ട് ബന്ധപ്പെട്ട് മാത്രം ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാം കേട്ടോ. അതായത് എങ്ങനെയാണ് ഇത് കോസ്റ്റ് എഫക്റ്റീവ് ആവുന്നത്. അപ്പോൾ ഫ്രീ ആയിട്ടുള്ള കണ്ടൻറ്റുകളുണ്ട്. കോസ്റ്റ് ചിലപ്പോൾ ചില ഫീസ് ഉണ്ടാവുള്ളൂ. നമുക്ക് യാത്ര ചെയ്യേണ്ട, എനർജി ചിലവാക്കേണ്ട, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കോസ്റ്റ് എഫക്റ്റീവിൽ വരുന്നുണ്ട്. മനസ്സിലായല്ലോ. പിന്നെ പോപ്പുലർ മൂക്ക് പ്ലാറ്റ്ഫോംസ് ഇതിൽ 3 നിങ്ങളുടെ ടെക്സ്റ്റിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എഡെക്സും കോഴ്സറയും സ്വയം എല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിലൊരു 5 നിങ്ങൾ കാണാൻ പഠിച്ചു വെക്കുക. എഡെക്സ്, കോഴ്സറ, യുഡാസിറ്റി, ഖാൻ അക്കാദമി, യുഡമി, ഏതെങ്കിലും 5 പഠിച്ചു വെക്കുക. 3 ടെക്സ്റ്റിൽ പറഞ്ഞ 3 ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. എഡെക്സ്, കോഴ്സറ, സ്വയം 3 ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കിയത് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എഡെക്സ്, കോഴ്സറ, സ്വയം. അപ്പോൾ 3 എന്തുതന്നെയാണ്, 3 മൂക്ക് പ്ലാറ്റ്ഫോമാണ്. എല്ലാത്തിലും ഓൺലൈൻ കോഴ്സുകൾ ഉണ്ടാവും. ചെറിയ ഡിഫറൻസ് മാത്രം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഈ എഡെക്സ് എന്നുള്ളത് നോൺ പ്രോഫിറ്റ് ആണ് അല്ലേ. സ്വയവും നോൺ പ്രോഫിറ്റ് ആണ്, ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഇനീഷ്യേറ്റീവാണ്. കോഴ്സറ നോൺ പ്രോഫിറ്റ് അല്ല, ഫോർ പ്രോഫിറ്റ് ആണ്. അപ്പോൾ ഡിഫറൻസ് മനസ്സിലായല്ലോ, ഒരു ഡിഫറൻസ് മനസ്സിലായി. അപ്പോൾ ബാക്കിയുള്ളൊക്കെ ഏകദേശം സെയിം ആയിരിക്കും. പിന്നെ കോഴ്സുകളുടെ ഒരു സബ്ജക്റ്റ് ഏരിയ മനസ്സിലാക്കുക. എഡെക്സിൽ STEM, സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സ്. S സയൻസ്, ടെക്നോളജി, T എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ, ഹെൽത്ത്, അങ്ങനത്തെ കുറേ സാധനങ്ങളാണ് ഇതിലുള്ളത്. കോഴ്സറിയിലും ഏകദേശം ഇതേപോലെ തന്നെ ടെക്നോളജി, ബിസിനസ്, അങ്ങനത്തെ കാര്യങ്ങളാണ്. സ്വയം എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ മിനിസ്ട്രി ഓഫ് MHRD അല്ലേ, മിനിസ്ട്രി ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇനീഷ്യേറ്റീവാണ്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ഇതിൽ പിന്നെ പല കോഴ്സുകൾ, വൈഡ് വെറൈറ്റി ഓഫ് കോഴ്സുകളുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു പ്ലാറ്റ്ഫോമൊക്കെ ഓപ്പൺ ചെയ്ത് നോക്കുക, ലോഗിൻ ചെയ്യുക, എന്നിട്ട് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാക്കുക. സർട്ടിഫിക്കറ്റ് ഉണ്ട്, ഇതിൻ്റെ സർട്ടിഫിക്കേഷൻ ഡിഫറൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് മനസ്സിലാക്കുക. കോസ്റ്റുകൾ ചിലതൊക്കെ ഫ്രീ ആയിരിക്കും, ചിലത് പെയ്ഡ് ആയിരിക്കും. സ്വയത്തിൽ കാര്യമായിട്ടും ക്ലാസ്സുകൾ മൊത്തം ഫ്രീ ആണ്. ഇതിന് എക്സാമിന് മാത്രം ഫീ കൊടുത്താൽ മതിയാവും. മനസ്സിലാവുണ്ടല്ലോ, അങ്ങനെയാണ് അധികം ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനത്തെ ഡിഫറൻസ് മനസ്സിലാക്കി വെക്കുക, എന്നിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ടേബിൾ നിങ്ങൾക്ക് എഴുതാം, ഡയഗ്രാം വരക്കാം, എക്സ്പ്ലെയിൻ ചെയ്തിട്ടും എഴുതാൻ വേണ്ടി പറ്റും. ഓക്കെ അല്ലോ. അപ്പോൾ ഈ ഒരു
ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. ദെൻ evaluate the effectiveness of MOOCs in comparison to traditional classroom. Consider aspects such as accessibility, flexibility and learning outcomes. Yes, MOOCിൻ്റെ എഫക്റ്റീവ്നെസ് നമ്മൾ പറഞ്ഞ MOOCിൻ്റെ നേരത്തെ പഠിച്ച ഈ എഫക്റ്റീവ്നെസ് നിങ്ങൾ എഴുതുക, പിന്നെ ബെനിഫിറ്റ്സും അതേപോലെ തന്നെ എഴുതി വെച്ചാൽ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസറായി. മനസ്സിലാണ്ടല്ലോ. അപ്പോൾ ട്രഡീഷണൽ ക്ലാസ് റൂമിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ട്രഡീഷണൽ ക്ലാസ് റൂമിലത്തെ ഇഷ്യൂസ് നിങ്ങൾക്ക് മനസ്സിലാക്കുക. അതിൽ ക്ലാസ്സിലേക്ക് വരാൻ എക്സ്പെൻസുകളുണ്ട്, എനർജി ചിലവുകളുണ്ട്, ടൈം കൺസപ്ഷൻസ് ഉണ്ട്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ഇഷ്യൂസൊക്കെ നിങ്ങൾക്ക് MOOCിൻ്റെ പോസിറ്റീവായിട്ട് എഴുതാം. MOOCിൻ്റെ പോസിറ്റീവുകളൊക്കെ ഇതിൻ്റെ ഇഷ്യൂസായിട്ടും ഇതിൻ്റെ കോൺസായിട്ടും എഴുതാൻ പറ്റും. മനസ്സിലാണ്ടല്ലോ. നെക്സ്റ്റ് ലാസ്റ്റ് യൂണിറ്റാണ് ബെനിഫിറ്റ്സ് ആൻഡ് ഡ്രോബാക്സ് ഓഫ് ഓൺലൈൻ ലേണിംഗ്. വളരെ സിമ്പിളാണ്. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളുടെയൊക്കെ ബെനിഫിറ്റും ഡ്രോബാക്സും മാത്രം നിങ്ങളൊരു ഒന്ന് ഷോർട്ടായിട്ട് എഴുതി കഴിഞ്ഞാൽ ഈ ഒരു യൂണിറ്റായി. ഒറ്റ നോട്ടത്തിൽ ഞാൻ പറയാം. 5 ബെനിഫിറ്റുകൾ നിങ്ങൾ പഠിച്ചു വെക്കുക. നിങ്ങൾക്ക് വളരെ എളുപ്പമുള്ള 5 ബെനിഫിറ്റുകൾ നിങ്ങൾ പഠിച്ചു വെക്കുക. ഞാനിവിടെ പറഞ്ഞിട്ടുള്ള ബെനിഫിറ്റ് ഒന്ന് ആക്സസിബിലിറ്റി, അല്ലെങ്കിൽ എവിടുന്നും ആർക്കും ഏത് സമയത്തും ആക്സസ് ചെയ്യാൻ പറ്റും. മറ്റൊന്ന് ഫ്ലെക്സിബിലിറ്റി, ഫ്ലെക്സിബിളാണ്. നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് പഠിക്കാൻ പറ്റും, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ പഠിക്കാൻ വേണ്ടി പറ്റും, അല്ലേ? നമുക്ക് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും. ഞാൻ എപ്പോഴാണ് പഠിക്കേണ്ടത് എനിക്ക് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും. പിന്നെ കോസ്റ്റുകൾ കുറവാണ്, അല്ലേ? പേഴ്സണലൈസ്ഡ് ലേണിംഗ് ആണ്, അഡാപ്റ്റീവ് ലേണിംഗ്. അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഓരോരുത്തരുടെ ഏജിനനുസരിച്ചുള്ള ഓരോരുത്തരുടെ കഴിവനുസരിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടും. അതാണ് അഡാപ്റ്റീവ് ലേണിംഗ്, അല്ലേ? അപ്പോൾ എനിക്ക് ടെക്നോളജി കുറേ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചിട്ട് പാസ്സാകാൻ പറ്റും. ചില ആളുകൾ ടെക്നോളജി ഇഷ്ടമുണ്ടാവില്ല, സോഷ്യൽ സയൻസ് ആയിരിക്കും. അപ്പോൾ അവർക്ക് ആ ഒരു ഇൻട്രസ്റ്റുള്ള കാര്യങ്ങൾ മാത്രം പഠിക്കാം. ചിലർക്ക് മാത്സ് ഭയങ്കര ടഫായിരിക്കും, അപ്പോൾ മാത്സ് ഇല്ലാത്ത ചില കാര്യങ്ങൾ മാത്രം പഠിക്കാം. അങ്ങനെ പേഴ്സണലൈസ്ഡ് ഗോളും പേഴ്സണലൈസ്ഡ് എക്സാമുകളൊക്കെയാണ് ഉണ്ടാവുക. പിന്നെ വൈഡ് വെറൈറ്റി ഓഫ് കോഴ്സുകളുണ്ട്. അതേപോലെ തന്നെ പിന്നെ ഇങ്ങനത്തെ ഒരു 5 കാര്യങ്ങളെങ്കിലും നിങ്ങൾ പഠിച്ചു. ഇതിൽ നിങ്ങൾക്ക് പിന്നെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന, പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും, 24/7 കിട്ടും, അല്ലേ? അപ്പോൾ ഏത് സമയത്തും പഠിക്കാൻ പറ്റും. അതേപോലെ തന്നെ ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക് കിട്ടും, ചാറ്റ് ഓപ്ഷൻസ് ഉണ്ട്. അങ്ങനെ ഏതൊക്കെയാണോ നിങ്ങൾക്ക് എളുപ്പമുള്ളത് അത് മാത്രം, അതിൽ ആ ഒരു 5 പോയിന്റുകൾ നിങ്ങൾ നിർബന്ധമായും പഠിച്ചു വെക്കുക. അതേപോലെ തന്നെ ഡിസഡ്വാൻറ്റേജസും നിങ്ങൾ പഠിച്ചു വെക്കുക. എന്താണ് അപ്പോൾ ഡിസഡ്വാൻറ്റേജ് പറയുമ്പോൾ നിങ്ങൾ ഓഫ്ലൈൻ ലേണിങ്ങിൻ്റെ അഡ്വാൻറ്റേജ്, ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് ഇത് കൂട്ടിയാൽ മതി. മനസ്സിലാണല്ലോ. ഇതിലൊരു 4 5 നിങ്ങൾ നിർബന്ധമായും പഠിച്ചു വെക്കുക. എന്തായിരുന്നു? പേഴ്സണൽ ഇൻട്രാക്ഷൻസ് കുറവായിരിക്കും, ഫേസ് ടു ഫേസ് ഇല്ലാത്തതുകൊണ്ടുള്ള ബുദ്ധിമുട്ട്, അല്ലേ? അതേപോലെ ഡിസിപ്ലിൻ, നമുക്ക് തല്ലാനോ ചീത്ത അറിയാനൊന്നും പറ്റില്ല, അല്ലേ? അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു ഡിസിപ്ലിൻ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ ഒച്ചപ്പാടുകളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് എടുക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുള്ള സൗണ്ടുകളൊക്കെ വരാറുണ്ടാവും, അല്ല? നമുക്ക് നമ്മളെ വീട്ടിൽ സൗണ്ടും ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മളെ ക്ലാസ്സിനെ ബാധിക്കും. അതാണ് അടുത്ത ഇഷ്യൂസ്. അതേപോലെ തന്നെ പിന്നെ ക്വാളിറ്റി, ചിലപ്പോൾ നെറ്റ്വർക്ക് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിൻ്റെ വിഷയങ്ങൾ വരാം. അങ്ങനത്തെ പല ഇഷ്യൂസ് വരും. അതാണ് ഈ ഡിസഡ്വാൻറ്റേജസ്, അല്ലേ? ഡിസ്ട്രാക്ഷൻസ് അറ്റ് ഹോം. അപ്പോൾ ഏതൊക്കെയാണ് ഡിസഡ്വാൻറ്റേജസ് ഉണ്ടോ അതൊക്കെ ഓൺലൈൻ ലേണിംഗ് നിങ്ങൾക്ക് മനസ്സിലാക്കുക, നിങ്ങൾ ഓർത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ആ പോയിന്റുകൾ ജസ്റ്റ് ഷോർട്ടായിട്ടുള്ള പോയിന്റുകൾ പഠിച്ചാൽ മതി. അപ്പോൾ 5 മാർക്കിന് 4 മാർക്കിന് ചോദിച്ചാൽ അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ക്ലിയർ ആയല്ലോ? ഇതാണ് ഡിസഡ്വാൻറ്റേജസ്. അപ്പോൾ ഇതോടുകൂടെ നമുക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ ഓക്കെ ആയി. ഇനി പ്രധാനമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഈ 2 ബ്ലോക്കിൽ നിന്ന് പ്രധാനമായും പഠിച്ചിരിക്കേണ്ട മൂക്കിൽ നിന്ന് ഷുവർ ക്വസ്റ്റ്യനാണ്. അതിൻ്റെ ടൈപ്പുകൾ, ഫീച്ചേഴ്സ് നിങ്ങൾ പഠിച്ചു വെക്കുക. ലേണിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റം, അതിൻ്റെ ഫീച്ചേഴ്സ്, അതിൻ്റെ എക്സാമ്പിൾസ് നിങ്ങൾ പഠിച്ചു വെക്കുക. അക്കാഡമിക് സെർച്ച് എഞ്ചിൻ, ഗൂഗിൾ സ്കോളർ, പബ്മെഡ് പോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിച്ചു വെക്കുക. അത് ഇമ്പോർട്ടൻ്റ് ആണ്. റെഫറൻസ് മാനേജ്മെൻറ്റ് സിസ്റ്റം, മെൻ്റലി പോലെയുള്ള എൻഡ് നോട്ട് പോലെയുള്ള കാര്യങ്ങൾ, സൈറ്റേഷൻ, അങ്ങനത്തെ കാര്യങ്ങൾ പഠിച്ചു വെക്കുക. അതേപോലെ തന്നെ പ്ലാഗിറ്റിസം, അതിൻ്റെ ഡെഫിനിഷൻ, അതെന്തിനാണ് യൂസ് ചെയ്യുക, അക്കാഡമിക് ഇൻറ്റഗ്രിറ്റി, ഈ കാര്യങ്ങളുമാണ് നിങ്ങൾ പഠിച്ചു വെക്കുക. അപ്പോൾ ഈ 5 കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് എക്സാമിന് നിർബന്ധമായിട്ടും മേടിക്കാൻ പറ്റും. പിന്നെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കാനുള്ളത് ടൈം നിങ്ങൾ നോക്കിയിട്ട് എക്സാം എഴുതുക. അപ്പോൾ നിങ്ങൾക്ക് 70 മാർക്ക് 3 മണിക്കൂറാണെങ്കിൽ അതിനനുസരിച്ച് ടൈം, ഇപ്പോൾ ഓരോ മാർക്ക് എത്ര സമയം കൊണ്ട് നിങ്ങൾ ആൻസർ ചെയ്യണം എന്നുള്ളൊരു മാനേജ് ചെയ്യുക. എന്നാലും നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ മാനേജ് ചെയ്യുക. 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യനൊക്കെ നിങ്ങൾ 2-2.5 മിനിറ്റ് കൊണ്ടൊക്കെ നിങ്ങൾ അത് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ ഒരു 10 മാർക്കിൻ്റെ ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ ഒരു 20 അല്ലെങ്കിൽ 25 മിനിറ്റ് കൊണ്ട് നിങ്ങളത് കംപ്ലീറ്റ് ചെയ്തിട്ട് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകണം. എന്നാലേ നിങ്ങൾക്ക് ഫുൾ കവർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. മനസ്സിലായല്ലോ? അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. കൂട്ടത്തിൽ എജ്യൂമിയുടെ പ്ലാറ്റ്ഫോം നിങ്ങൾ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ള ആളുകൾക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് ഈ എക്സാമിന് നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്സും ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ബെനിഫിറ്റ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ കമൻറ്റിൽ അറിയിക്കുക. ഓക്കെ, അതേപോലെ തന്നെ ഒരുപാട് കോഴ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുക. എല്ലാവർക്കും നല്ലൊരു
ഒരു ദിവസം നേരുകയാണ്. അതേപോലെ തന്നെ എക്സാം നല്ല രീതിയിൽ എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, ഹാപ്പി ലേണിംഗ്.